തൻ്റെ മരണം അടുത്തിരിക്കുന്നുവെന്ന് അറിഞ്ഞപ്പോൾ സ്റ്റീവ് ജോബ്സ് ഇങ്ങനെ പറഞ്ഞു. ആരാ സ്റ്റീവ് ജോബ്സ്? പലരുടെയും കയ്യിലുള്ള ആപ്പിൾ മൊബൈൽ ഫോണും മാക്കിൻ്റെയും ഒക്കെ ഉപജ്ഞാതാവാണ് ഈ സ്റ്റീവ് ജോബ്സ്. ലോകം കണ്ടതിൽ വെച്ച് മഹാബുദ്ധിമാന്മാരിൽ ഒരാളായിരുന്നു ഈ സ്റ്റീവ് ജോബ്സ്. സമ്മിശ്രമായിരിക്കുന്ന മതങ്ങൾ വിശ്വസിക്കുന്ന ഒരു കുടുംബത്തെ ജനിച്ചു വളർന്ന്, എന്നാൽ ഒരു പ്രൊട്ടസ്റ്റൻ്റ് സ്കൂളിൽ പഠിച്ചു. എന്നാൽ ജീവിതത്തിൽ ലക്ഷ്യം ഒന്നും ഈ ശാസ്ത്രമല്ലാതെ വേറൊന്നും കണ്ടെത്താൻ കഴിയാതെ സെൻ ബുദ്ധിസത്തിലുമൊക്കെയും ആകൃഷ്ടനായി ഇന്ത്യയിലും പലയിടങ്ങളിലൊക്കെയും യാത്ര ചെയ്ത വ്യക്തിയാണ് സ്റ്റീവ് ജോബ്സ്. എന്നാൽ പെട്ടെന്നാണ് അദ്ദേഹത്തിന് മരണം അടുക്കുന്നു എന്ന് അറിഞ്ഞത്. 56-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരണത്തിന് കീഴ്പ്പെടുന്നത്. അദ്ദേഹം ആ സമയത്ത് ഒരു വ്യക്തി അദ്ദേഹത്തെ, അതിൻ്റെ ഒരു ബയോഗ്രഫർ, ചരിത്രം അല്ലെങ്കിൽ ജീവചരിത്രം എഴുതുന്ന ആളെ സമീപിച്ച് ചോദിച്ചു, സ്റ്റീവ് ജോബ്സെ, താങ്കൾക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചു. സ്റ്റീവ് ജോബ്സ് പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ ദൈവവിശ്വാസം ഉണ്ടായിട്ടുണ്ട്, ചിലപ്പോഴൊക്കെ ദൈവവിശ്വാസം എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ ഇറ്റ് വാസ് ഓഫ് സീസൺ, ഓൺ സീസൺ, ലൈക്ക് ദാറ്റ് ഇറ്റ് വാസ് ഗോയിങ്. ബട്ട് വൺ തിങ് ഐ ക്യാൻ സേ, ഐ ഡോണ്ട് ബിലീവ് ദാറ്റ് മൈ ബോഡി വിൽ ബി സ്വിച്ച്ഡ് ഓഫ് അബ്രപ്റ്റ്ലി വൺ ഡേ. എൻ്റെ ജീവിതം ഒരൊറ്റ നിമിഷത്തിൽ അസ്തമിക്കുമെന്നുള്ളത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ ലോകത്തിൽ ഒരു കാര്യവും അങ്ങനെ ഒരു അബ്രപ്റ്റായിട്ടൊരു എൻഡ്, അതോടെ ഇല്ലാതെ പോകുന്നു എന്നുള്ള ഒരു വിശ്വാസം എനിക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ദർ ഇസ് നോ അബ്രപ്റ്റ് എൻഡ് ഫോർ എനിത്തിങ്. ഒന്നിനും ഒരൊറ്റ നിമിഷത്തിൽ ഇല്ലാതായി പോകുന്ന ഒരവസരം ഉണ്ടാകുകയില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം അദ്ദേഹം പറഞ്ഞത്, അതെനിക്ക് കൺഫ്യൂഷനാണ്, എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അദ്ദേഹത്തിൻ്റെ തന്നെ വാക്ക് ഞാൻ പറയാം, ഐ ജസ്റ്റ് കാൺ അക്സെപ്റ്റ് ദാറ്റ് ദ ബോഡി ജസ്റ്റ് ടേൺസ് ഓഫ് വൺ ഡേ ആൻഡ് ദെൻ ഇറ്റ്സ് ഓൾ ഓവർ. യു ആർ ഗോൺ ഫോർ എവർ ആൻഡ് ദെൻ വൺ ഡേ ദ സൺ ഓഫ് അവർ സോളാർ സിസ്റ്റം ഗോസ് ഔട്ട് ആൻഡ് ദാറ്റ്സ് ദ എൻഡ് ഓഫ് ഹ്യൂമൻ ഹിസ്റ്ററി. മനുഷ്യൻ്റെ ചരിത്രം ഒറ്റ നിമിഷത്തിൽ ഇല്ലാതെ പോകും എന്നെനിക്ക് വിശ്വസിക്കാൻ ഒക്കുന്നില്ല എന്ന് സ്റ്റീവ് ജോബ്സ് പറഞ്ഞു. ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ പോകുന്നില്ല. അദ്ദേഹം ചിന്തിച്ചതുപോലെ തന്നെയാണ്. ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു എൻഡ് അബ്രപ്റ്റ്ലി. ഒരു കാര്യവും അബ്രപ്റ്റായിട്ട് എൻഡ് ആകാനായിട്ട് പോകുന്നില്ല. ലോകത്തിലെ ഏറ്റവും വലിയ സംഭവമായിരുന്നു 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണം. ആ ക്രൂശീകരണം നടക്കുമ്പോൾ എല്ലാവരും വിചാരിച്ചു ദ മാറ്റർ ഈസ് ക്ലോസ്, എല്ലാം എൻഡായി എന്ന് വിചാരിച്ചു. എന്നാൽ അവിടെ എൻഡായില്ല, അവിടെ അത് അവസാനിച്ചില്ല. ഇവിടെ ഇതാ ഒരു പുതിയ യുഗം, അല്ലെങ്കിൽ പുതിയൊരു കാഴ്ചപ്പാട്, പുതിയൊരു തത്വചിന്ത, ഒരു പുതിയ മതം എന്ന് തന്നെ ഞാൻ പറയട്ടെ. പല കാര്യങ്ങളും പുതുതായിട്ട് അവിടെ ആരംഭിക്കുകയായിരുന്നു. ഇറ്റ് ഈസ് നോട്ട് ആൻ എൻഡ്, ഇറ്റ് വാസ് എ സ്റ്റാർട്ട്. നമ്മുടെ ജീവിതവും അതേപോലെയാണ്. അതാണ് ഞാൻ ഇന്ന് രാവിലെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യം. ദിസ് ഇസ് നോട്ട് ഗോയിങ് ടു ബി ആൻ അബ്രപ്റ്റ് എൻഡ്. നമ്മുടെ ജീവിതം അതേപോലെ ഒരു ദിവസം അവസാനിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ഒരുപക്ഷെ ചിന്തിക്കുന്നത് മരണത്തോടെ എൻ്റെ ജീവിതം എല്ലാം തീർന്നല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ബി ലൈക്ക് ദാറ്റ്. അതല്ല, അതിനുശേഷം ഒരു കാലത്തേക്കുള്ള ഒരു ജീവിതമുണ്ട് എന്നുള്ളതാണ്. അതിനടിസ്ഥാനമായിരിക്കുന്നത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണവും അതിനുശേഷം നടന്ന യേശുക്രിസ്തുവിൻ്റെ ഉയിർപ്പുമാണ്. അവൻ ഉയിർത്തെഴുന്നേറ്റത് കൊണ്ട് എനിക്ക് പ്രത്യാശയ്ക്കുള്ള എല്ലാ വകയുമുണ്ട്. അവൻ മരിച്ചു, അടക്കപ്പെട്ടു, എന്നാൽ 3-ാം നാൾ അവൻ ഉയിർത്തെഴുന്നേറ്റത് കൊണ്ട് എൻ്റെ ജീവിതവും അതേപോലെ ഇനി ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനോട് കൂടിയുള്ളതായിരിക്കുന്ന വലിയ ജീവിതമുണ്ട്. ചിലപ്പോഴൊക്കെ നമുക്ക് സംശയം തോന്നും, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതിന് അത്രയ്ക്കങ്ങ് വിശ്വസിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചിന്തയുണ്ടാവും. ഒരുപക്ഷേ
കൂടുതലൊന്നും കടന്ന് ചിന്തിക്കാത്തതുകൊണ്ട് അങ്ങനെയൊന്നും ചിന്തിച്ച് കാണത്തില്ല. എന്നാൽ കൂടുതൽ ചിന്തിക്കുന്നവരുണ്ട്. അവരിങ്ങനെ ഇടയ്ക്കൊക്കെ ഒന്ന് ചിന്തിക്കും, ഈസ് ഇറ്റ് ട്രൂ? അത് ശരിയായിരുന്നോ? കർത്താവ് ഉയർത്തെഴുന്നേറ്റോ എന്നുള്ളതാണ്. പലപ്പോഴും പറയും, ദ empty tomb proves that, അല്ലേ, ഒഴിഞ്ഞ കല്ലറ യേശുവിനെ കാണിക്കും, യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കാണിക്കുന്നു. ഐ ഡോണ്ട് ബിലീവ് ദാറ്റ് ഈസ് ദ പ്രൂഫ്. അതല്ല പ്രൂഫ്. ഒഴിഞ്ഞ കല്ലറ എന്ന് പറഞ്ഞ് കാണിക്കുന്നത് അത് യേശുവിൻ്റെ കല്ലറയാണോ എന്നുള്ളതിന് ഉറപ്പൊന്നുമില്ല കേട്ടോ. രണ്ട് പക്ഷമുണ്ട്. യേശുക്രിസ്തുവിൻ്റെ കല്ലറ എന്ന് കാണിക്കുന്ന രണ്ട് സ്ഥലങ്ങളാണ് ഇസ്രായേലിലുള്ളത്. അതിൽ ഒരെണ്ണം പെന്തക്കോസ്തുകാരും ബ്രദറുകാരും വിശ്വസിക്കുന്ന ഒഴിഞ്ഞ കല്ലറയും, മറ്റേത് മെയിൻലൈൻ ചർച്ചസ് വിശ്വസിക്കുന്ന കല്ലറയും. അപ്പോൾ ഇത് രണ്ടാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ കല്ലറ കണ്ടിട്ട് നമുക്കത് യേശുവിൻ്റെ കല്ലറയാണെന്നൊന്നും അത് പ്രൂഫില്ല. അതല്ല പ്രൂഫ്. ഒഴിഞ്ഞ കല്ലറ അല്ല പ്രൂഫ്. ഒഴിഞ്ഞ കല്ലറ കൺസെപ്ച്വലി അല്ലെങ്കിൽ അതാണ് യേശുവിൻ്റെ കല്ലറ ഒഴിഞ്ഞതാണ്, അതിലൊന്നും എനിക്ക് തെറ്റ് പറയാനില്ല. പക്ഷേ ആ കല്ലറ കണ്ടുകൊണ്ടതല്ല യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്നതിന് കാരണം. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതിന് അന്നത്തെ കാലത്തുള്ള നമ്മുടെ വചനത്തിൽ, ദൈവവചനത്തിൽ എന്താണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട്, വളരെ തത്വചിന്തയുടെ ലോജിക്കിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് തെളിയിക്കാനും വിശ്വസിക്കാനും കഴിയും യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത്. എന്താ നമുക്ക് റോമാലേഖനത്തിൽ 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്, അവിടെ വളരെ വ്യക്തമായിട്ട് അക്കാര്യം പറഞ്ഞിട്ടുണ്ട്. 1 കൊരിന്ത്യർ 15-ാം അധ്യായം, 1 Corinthians chapter 15, 3-ാം വാക്യം നമുക്ക് പ്രാരംഭമായിട്ട് വായിക്കാം. For I delivered unto you first of all that which I also received, how that Christ died for our sins according to the scriptures. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തിലും പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. അവിടെ ഒരു പഴയ റെഫറൻസിലേക്ക് പോവുകയാണ്. തിരുവെഴുത്തുകളുടെ അടിസ്ഥാനത്തിലാണ് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ മരണം, ക്രൂശ് മരണം നടന്നത് എന്നാണ് ഈ എഴുത്തുകാരൻ പറയുന്നത്, പൗലോസ് പറയുന്നത്. അക്കോർഡിംഗ് ടു ദ പ്രോഫസീസ് ഓഫ് ഓൾഡ് ടെസ്റ്റ്മെൻറ്റ്, പഴയ നിയമത്തിൽ വിവരിച്ചിരിക്കുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്, അതായത് മുൻപേ പറഞ്ഞിരുന്ന ഒരു പ്രവചന നിവൃത്തിയാണ് യേശുക്രിസ്തുവിൻ്റെ മരണത്തിൽ നമ്മൾ കാണുന്നത്. പിന്നെ അതിനുശേഷം നമ്മൾ ആ വാക്യത്തിലേക്ക് വരുമ്പോൾ, ആൻഡ് ഹി വാസ് സീൻ ഓഫ് കേഫാസ് ആൻഡ് ദെൻ ഓഫ് ദ 12. കേഫാവിനും പിന്നെ 12 പ്രത്യക്ഷനായി. യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിന് ശേഷം അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് സംഭവിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ പത്രോസിന് അവൻ പ്രത്യക്ഷനാകുകയാണ്. വളരെ സിഗ്നിഫിക്കൻ്റ് ആണ് ഈ കാര്യങ്ങൾ. ഓക്കെ, ഈ പത്രോസ് അവിടെ അവൻ്റെ അടുക്കിലേക്ക് കർത്താവ് വരുന്നതും മറ്റ് അപ്പോസ്തലന്മാരുടെ അടുക്കിലേക്കും കർത്താവ് വരുന്നതൊക്കെ വളരെ അത്ഭുതകരമായിരിക്കുന്ന, കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതിന് വിശ്വസിപ്പിക്കത്തക്ക രീതിയിലാണ് ആ കാര്യങ്ങൾ നടക്കുന്നത്. എങ്ങനെയാണത് നമുക്കൊന്ന് മനസ്സിലാക്കാൻ കഴിയുക? വളരെ ശ്രദ്ധയോടെ നാം ഇരുന്നു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ നമുക്ക് വളരെ രസകരമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയും. അവിടെ പത്രോസിൻ്റെ മനോഗതി, പത്രോസിൻ്റെ മെൻറ്റാലിറ്റി നമ്മളവിടെ മനസ്സിലാക്കിയിരിക്കണം. പത്രോസ് പൂർണ്ണമായിട്ടും യേശുവിൽ അങ്ങനെ എന്ത് നടന്നാലും വിശ്വസിക്കുന്ന രീതിയിൽ പൗലോസ് ആ സ്ഥിതിയിൽ അല്ലായിരുന്നു. പത്രോസ് എന്താ സംഭവിച്ചത്? യേശുവിനോട് കൂടെ 3-3.5 വർഷം കൂടെ നടന്നിട്ടും അവസാനം യേശുക്രിസ്തുവിനെ തള്ളിപ്പറയുന്ന നിലയിലേക്കാണ് പത്രോസിൻ്റെ മാറ്റമുണ്ടായത്. അവിടെ ഒരു പെർസിക്യൂഷൻ, ഉപദ്രവം ഉണ്ടാകുമ്പോൾ യേശുവിനോട് കൂടെ നിൽക്കുവാനായിട്ട് മനസ്ഥിതി ഇല്ലാത്ത ഒരു പത്രോസ്, അപ്പോൾ അന്ധമായിട്ട് യേശുക്രിസ്തുവിൻ്റെ പ്രസംഗങ്ങളെല്ലാം കേട്ട് പിന്തുടരുന്ന ഒരു വ്യക്തിയായിട്ടല്ല നമുക്ക് പത്രോസിനെ കാണുന്നത്. പത്രോസ് അവിടെ പിന്മാറിപ്പോവുകയാണ്. ആ പത്രോസ് ഇങ്ങനെ നോക്കുകയാണ്, ഇത്രയും നാൾ ഞങ്ങൾ മശീഹയാണെന്ന് വിചാരിച്ചിരുന്ന ആൾ, ഇത്രയും നല്ല പ്രസംഗങ്ങളൊക്കെ ചെയ്ത, ഇത്രയും നല്ല ദൂതൊക്കെ ഞങ്ങൾക്ക് തന്ന, ഇത്രയും നല്ല തത്വചിന്തകളൊക്കെ ഞങ്ങളുടെ പ്രവർത്തിച്ച, ഇത്രയും അത്ഭുതങ്ങളൊക്കെ ചെയ്ത ഇതാ കർത്താവ് മശീഹയാണെന്ന് ഞങ്ങൾ ധരിച്ചിരുന്ന ആൾ ക്രൂശിൽ മരിച്ചു. ആൻഡ് ഹീ തോട്ട് ഇറ്റ് വാസ് എൻ എൻഡ്. അവിടെ തീർന്നു എന്നാണ് പത്രോസ് വിചാരിച്ചത്. എന്നാൽ 3-ാം ദിവസം യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോൾ അവൻ്റെ മുമ്പിൽ കർത്താവ് പ്രത്യക്ഷനാകുമ്പോൾ അവൻ മനസ്സിലാക്കുന്നത്, ഞാൻ വിചാരിച്ച പോലെ അല്ല കാര്യങ്ങൾ,
എനിക്കൊരു ഒരു സംശയമുണ്ടായിരുന്നു. എന്നാൽ ആ സംശയങ്ങളൊക്കെ ഇപ്പം മാറി യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുക. ആ യേശു ക്രിസ്തുവിനെ കണ്ടപ്പോൾ പത്രോസിന് അത്ഭുത പരതന്ത്രനായിട്ട്, അല്ലെങ്കിൽ വളരെ ജിജ്ഞാസയോടെ നോക്കുകയാണ്, ഞാൻ പിൻഗമിച്ചിരുന്ന യേശുവാണോ ഈ യേശു? ലോകത്തിൽ ഒരിക്കലും സംഭവിക്കാത്തൊരു കാര്യം ഇവിടെ സംഭവിച്ചിരിക്കുക. അപ്പോൾ പത്രോസ് അപ്പോൾ മനസ്സിലാക്കി, ഈ കർത്താവിന് വേണ്ടി എൻ്റെ ജീവൻ പോലും കൊടുക്കുന്നതിന് എനിക്ക് യാതൊരു മടിയുമില്ല. ഈ കർത്താവിനെക്കുറിച്ച് ഈ ലോകമെങ്ങും പറയുക എന്നുള്ളതാണ് എൻ്റെ റെസ്പോൺസിബിലിറ്റി. എനിക്കിത് അടക്കി വയ്ക്കുവാനായിട്ട് കഴിയുകയില്ല. ഉയർത്തെഴുന്നേറ്റ് യേശു ക്രിസ്തുവിനെ മനസ്സിലാക്കിയ പത്രോസിന് എങ്ങുമില്ലാത്ത ധൈര്യം ഉള്ളിലേക്ക് കടന്നു വരികയാണ്. ആ ധൈര്യത്തിലാണ് പത്രോസും അപ്പോസ്തലന്മാരുമൊക്കെയും ലോകം മുഴുവൻ പോയി സുവിശേഷം പറയാനായിട്ട് ഇടയായി തീർന്നത്. ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ അവൻ ജീവനോട് ഇരിക്കുന്നു എന്ന് മനസ്സിലാക്കി കഴിയുമ്പോഴാണ് ജീവിതത്തിൽ ആ ധൈര്യം നമുക്ക് വരുന്നത്. നമുക്ക് യേശു ക്രിസ്തു അവൻ മരിച്ചുപോയ കർത്താവല്ല, ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിച്ചിരിക്കുന്ന കർത്താവാണ്. ആ കർത്താവിനെ ശരിയായി മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ പത്രോസിനും ശിഷ്യന്മാർക്കും എല്ലാം തന്നെ ഈ യേശുവിനെ കുറിച്ച് പറയുവാനല്ലാതെ വേറെ ഒരു കാര്യവും അവരുടെ ജീവിതത്തിലില്ല. മീൻ പിടിക്കുവാൻ തിരിച്ചു പോകാനോ, പ്രൊഫഷനിലേക്ക് തിരിച്ചു പോകുവാനോ, വേറെ കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുവാനോ അല്ല, ഈ യേശുവിനെ കുറിച്ച് പറയുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തിൽ പത്രോസും മറ്റ് ശിഷ്യന്മാരും ഇടയായി തീർന്നു. അതിനുശേഷം നമ്മൾ വായിക്കുമ്പോൾ 6-ാം വാക്യത്തിൽ ഹി വാസ് സീൻ ഓഫ് എബൌട്ട് 500 ബ്രദറൻ. അവിടെ അനന്തരം അവൻ 500-ലധികം സഹോദരന്മാർക്ക് ഒരുമിച്ച്. അവിടെ ഒരു മായമോ മന്ത്രവിദ്യകളോ ഒന്നുമല്ല, ഹലൂസിനേഷനൊന്നുമല്ല അവിടെ നടക്കുന്നത്. അവിടെ നടന്നത് യേശു ക്രിസ്തു 500 പേർക്ക് പ്രത്യക്ഷനാകുകയാണ്. എത്രയാ പേരാ സാക്ഷികൾ, എത്ര സാക്ഷികളാണ് നോക്കുക. 500 പേരാണ് യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന്, അല്ലെങ്കിൽ ആ കാര്യത്തെക്കുറിച്ച്, അല്ല അവൻ്റെ പ്രത്യക്ഷതയെക്കുറിച്ച്, ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെക്കുറിച്ച് സാക്ഷ്യം പറയുവാനുള്ളത്. 500 പേരെന്ന് പറഞ്ഞാൽ ഒരാളോ രണ്ടാളോ അല്ല, എത്ര പേരാന്ന് ആലോചിച്ച് നോക്കുക. 500 പേര് നിലനിന്ന് പറയുകയാണ്, ഞങ്ങൾക്കറിയാം ഈ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത്. ഈ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് അവർക്ക് മനസ്സിലായി. വേറെ എന്ത് പ്രൂഫാണ് അവിടെ നമുക്ക് ആവശ്യമായിരിക്കുന്നത്? അന്നത്തെ കാലഘട്ടത്തിലുണ്ടായിരുന്ന 500 പേര് പറയുകയാണ്, ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ കണ്ടു, ഈ യേശുവിനെ കണ്ടു, ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിന് ഞങ്ങൾ ദൃക്സാക്ഷികളാണോ എന്ന് 500 ദൃക്സാക്ഷികളെയാണ് ഈ കോടതിയുടെ മുമ്പിൽ കൊണ്ടുവന്നാൽ അവർക്ക് പറയുവാനുള്ളത്. സാക്ഷി വരട്ടെ, 1-ാം നമ്പർ സാക്ഷി വരട്ടെ, 2-ാം നമ്പർ സാക്ഷി വരട്ടെ എന്ന് പറയുമ്പോൾ 500 സാക്ഷികൾ ക്യൂ നിൽക്കുകയാണ്, ഞാൻ കണ്ടു, ഞാൻ കണ്ടു എന്നുള്ളത്. ഇതിൽ കൂടുതൽ അവിടെ അവിശ്വസിക്കേണ്ട കാര്യമില്ല യേശു ക്രിസ്തുവിനെ. പിന്നെ നമ്മൾ കാണുന്നത്, പിന്നെയും പൗലോസ് പറയുക, അത് മാത്രമല്ല, പിന്നെ ഞങ്ങൾ 7-ാം വാക്യത്തിൽ വരുമ്പോൾ ആഫ്റ്റർ ദാറ്റ് ഹി വാസ് സീൻ ഓഫ് ജെയിംസ്, അവിടെ യാക്കോബിനെ കണ്ടു എന്നാണ് പറയുന്നത്. ആരാ ഈ യാക്കോബ്? എനിക്കിത് വളരെ വിചിത്രമായിട്ട് തോന്നി. യാക്കോബിന് എന്തിനാ പ്രത്യേകമായിട്ട് പ്രത്യക്ഷനാകുന്നത് യേശു ക്രിസ്തു? യാക്കോബ് സ്വന്തം സഹോദരനാണ്, അർത്ഥ സഹോദരനാണ്, പകുതി സഹോദരനാണ് യാക്കോബ്. ഒരു എല്ലാവരെയും ഒക്കെ കൺവിൻസ് ചെയ്യാം, പുറത്തെ കൂട്ടത്തിലുള്ള കുടുംബത്തിലുള്ള ചേട്ടനെയും അനിയനെയൊക്കെ ഒന്ന് കൺവിൻസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഈ യാക്കോബിന് മുമ്പിൽ വന്നിട്ട് യേശു ക്രിസ്തു നിൽക്കുക, എടാ ഞാൻ നിൻ്റെ ചേട്ടനാണ്, അല്ലേ? നോക്കുക, യാക്കോബ് അതുവരെ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ഈ യാക്കോബിന് വലിയ വിശ്വാസമൊന്നും യേശുവിനോട് കൂടെ ആദ്യമൊന്നും ഉണ്ടായിരുന്നില്ല, കാണാൻ വഴിയില്ല. എന്തുകൊണ്ട്? ഒരേ ആളുടെ മകനായിട്ട്, അല്ലെങ്കിൽ ഒരേ കുടുംബത്തിലിരിക്കുന്ന യേശു ക്രിസ്തുവിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് യാക്കോബിന് ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി കാണും. ഞാൻ ഇങ്ങനെ വായിച്ചു, അത് വളരെ രസകരമാണ്. കാനാവിലെ കല്യാണം കഴിഞ്ഞിട്ട് ഇത് ഇമാജിനേഷനാണ്. ഈ കാനാവിലെ കല്യാണത്തിന് യേശു ക്രിസ്തു വീഞ്ഞുണ്ടാക്കി, അടുത്ത കല്യാണത്തിന് യേശു ക്രിസ്തുവിന് പോകാൻ പറ്റിയില്ല. ഇതൊരു കഥയാണ്. യേശു ക്രിസ്തുവിന് ആ കല്യാണത്തിന് പോകാൻ പറ്റാഞ്ഞപ്പോൾ യാക്കോബ് ഉണ്ടായിരുന്നു ആ കല്യാണത്തിന്. അപ്പോൾ അവിടെ കൂടി വന്നവർ പറഞ്ഞു, കഴിഞ്ഞ കല്യാണത്തിന് നിൻ്റെ ചേട്ടൻ ഞങ്ങൾക്ക് നല്ല വീഞ്ഞ് തന്നു, നീ ഇപ്പോൾ ഞങ്ങൾക്ക് നല്ല വീഞ്ഞുണ്ടാക്കി തരാമോ ചോദിച്ചപ്പോൾ യാക്കോബിന് പറ്റുന്നില്ല. ഒരേ കുടുംബത്തിൽ ജനിച്ചതാ, എന്നാലും യാക്കോബിന് അക്കാര്യം ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ യാക്കോബ് വിചാരിക്കും, ഇവന് മാത്രം എന്താണ് ഇത്ര പ്രത്യേകത, അല്ലേ? അങ്ങനെ വലിയ വിശ്വാസമൊന്നും യാക്കോബിനില്ലായിരുന്നു. എന്നാൽ അതിനുശേഷം യേശുവിനെ പിൻഗമിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. അതിനുശേഷം ഇതാ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു യാക്കോബിന് പോലും പ്രത്യക്ഷനായി. ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുക.
നോക്കുക, യാക്കോബിന് മുമ്പിൽ യാക്കോബിന് മനസ്സിലായി, എൻ്റെ കുടുംബത്തിലെ ഒരാളെന്നുള്ള നിലയിലല്ല, ഇവൻ മഹാദൈവമാണ്, ഈ യേശുക്രിസ്തു എൻ്റെ ദൈവമാണ്, അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ്, ഞാൻ ആരാധിക്കും അവനെ എന്ന് പറയുവാൻ ആ കുടുംബത്തിൽ തന്നെ സഹോദരന് തോന്നിയെങ്കിൽ ഈ യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പ് എത്ര വ്യക്തമായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. പിന്നെ അവസാനം പൗലോസ് പറയുക 8-ാം വാക്യത്തിൽ, അതിനുശേഷം ആൻഡ് ലാസ്റ്റ് ഓഫ് ഓൾ ഹി വാസ് സീൻ ഓഫ് മീ, എനിക്കും പ്രത്യക്ഷനായി. ഇത് വളരെ ചിന്തിക്കേണ്ട കാര്യമാണ്. പൗലോസിനും യേശുക്രിസ്തു പൗലോസിന് മുമ്പിൽ യേശുക്രിസ്തു പ്രത്യക്ഷനാകുകയാണ്. ഈ പൗലോസ് ഒരുപക്ഷെ നമ്മളത് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും, യേശുക്രിസ്തുവിൻ്റെ സമകാലികനാണ്. യേശുക്രിസ്തു ജീവിച്ചപ്പോൾ തന്നെ ജീവിച്ച ഒരാളാണ് പൗലോസ്. പൗലോസും യേശുക്രിസ്തുവും തമ്മിൽ കണ്ടുമുട്ടിയിട്ടുണ്ടോ എന്നുള്ളതറിയില്ല, സാധ്യത കുറവാണ്. കാരണം പൗലോസ് ആരുടെ അടുത്താണ് പഠിച്ചത്? ഗമാലിയേലിൻ്റെ അടുത്താണ് പഠിക്കാൻ. ഇപ്പോൾ തർസോസിൽ ആയിരുന്നിരിക്കാം. അപ്പോൾ അവിടെ പഠനത്തിൽ വളരെ മുഴുകിയിരുന്ന ഒരാളായിരുന്നിരിക്കാം ആര്? ഈ പൗലോസ്, ശൗല്. അപ്പോൾ യേശുവിനെ വന്ന് കാണാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടൊന്നും അദ്ദേഹം എടുത്തു കാണത്തില്ല. ഒരു പക്ഷേ അദ്ദേഹം വിചാരിച്ചിരുന്നു ഇദ്ദേഹം ഒരു സാധാരണ ഒരു വ്യക്തിയായിട്ട് വരുന്നു, ജനങ്ങൾ അതിൻ്റെ പുറകെ കുറേ പേരുണ്ട്, ഒരു പക്ഷേ കൂടുതൽ അങ്ങോട്ട് മൈൻഡ് അപ്ലൈ ചെയ്യോ ഇത് മനസ്സിലാക്കാനോ ഈ പൗലോസ് ശ്രമിച്ച് കാണണമെന്നില്ല. പൗലോസ് തള്ളിക്കളഞ്ഞൊരു കാര്യമാണ്, നെഗ്ലക്റ്റ് ചെയ്തൊരു കാര്യമാണ്. ഒരു ചെറിയൊരു റവല്യൂഷൻ ആ സമൂഹത്തിലുണ്ടാകുന്നു. ആരാണ്ട് യഹൂദന്മാരെയൊക്കെ ഇളക്കി വിടുന്ന ഒരു വ്യക്തി എന്നുള്ളതിൽ മാത്രം. മശിഹയാണെന്നോ ദൈവത്തിൻ്റെ പുത്രനാണെന്നോ ഒന്നും പൗലോസ് അവിടെ മനസ്സിലാക്കിയിരുന്നില്ല. എന്നാൽ ക്രൂശ് മരണത്തിനും ഒക്കെ ശേഷം ഉയർത്തെഴുന്നേറ്റു എന്നൊക്കെ പറയുന്നത് കണ്ടപ്പോൾ പൗലോസിന് മനസ്സിലായി ഇത് ഒരുപക്ഷെ ചിലപ്പോൾ സീരിയസ് ആയിരിക്കുന്ന ഒരു ആക്ടിവിറ്റിയിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. ദെൻ ഐ മസ്റ്റ് ക്രഷ് ദിസ്, ഇതിനെ ഒതുക്കണം എന്നുള്ള ചിന്ത ഈ പൗലോസിന് ഉണ്ടായി. കാരണം അദ്ദേഹം ഗമാലിയേലിൻ്റെ കീഴെ പഠിച്ച് ഇനിയൊരു വലിയൊരു റബ്ബിയായിട്ട് അവിടെ ഒരു വലിയൊരു ശുശ്രൂഷകനായിട്ട് അവിടെ യഹൂദന്മാരുടെ മധ്യേ ഇരിക്കാൻ പോകുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇത് സമ്മതിച്ചു കൊടുത്താൽ ഒക്കത്തില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഈ മാർഗത്തിലുള്ളവരെയൊക്കെയും തടവിലാക്കാൻ ശ്രമിച്ചത് പൗലോസാണ്. ഇതെല്ലാം നിങ്ങൾക്കറിയാം, ഞാൻ ഒന്നുകൂടെ ഒന്ന് ചിന്തിപ്പിക്കുന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ആ പൗലോസ് പറയുകയാണ്, അല്ല, എൻ്റെ കൺവിക്ഷനൊക്കെയും ഇവിടെ മാറി, എൻ്റെ ചിന്താഗതികളൊക്കെ മാറി, ഞാൻ വിചാരിച്ചിരുന്ന ആളല്ല ഈ യേശുക്രിസ്തു, അവൻ എനിക്ക് പ്രത്യക്ഷനായി. എവിടെയാണ് പൗലോസിന് മാറ്റം വന്നത്? അവൻ്റെ പ്രത്യക്ഷതയിൽ. അവൻ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ജീവിതത്തിലെ സകല മാറ്റങ്ങളും പൗലോസിന് വരുവാനായിട്ടിടയായിരുന്നത്. എൻ്റെ ജീവിതം അവന് വേണ്ടി തകർക്കുവാനായിട്ട് ഞാൻ കൊല്ലപ്പെടുന്നെങ്കിൽ കൊല്ലപ്പെട്ടോട്ടെ, ആകുന്നെങ്കിൽ തടവിലായിക്കൊള്ളട്ടെ എന്നുള്ള ചിന്തയിലേക്ക് അവരെത്തിയത്. ഒരിക്കലും ഒരു മനുഷ്യരും കള്ളം എന്ന് വിചാരിക്കുന്ന ഒരു കാര്യം മരണത്തിന് മുമ്പിൽ ആ കള്ളത്തെ അവർ അക്സെപ്റ്റ് ചെയ്യും. അതാണ് നോർമൽ ഹ്യൂമൻ ബീയിങ്ങിൻ്റെ പ്രത്യേകത. ഒരു കള്ളത്തിന് വേണ്ടി ആരും ജീവൻ കൊടുക്കുകയില്ല. നമുക്കറിയാമല്ലോ, പോലീസൊക്കെ അങ്ങനെയാണല്ലോ. ഇൻട്രോഗേറ്റ് ചെയ്യുമ്പോൾ പണിഷ്മെൻറ്റിന് അടുത്തേക്ക് വരുമ്പോഴാണ് സത്യം തുറന്നു പറയുന്നത്. അപ്പോൾ ഒരു മനുഷ്യരും അവരെ കള്ളമാണെന്ന് വിശ്വസിക്കുന്ന കാര്യം അങ്ങനെ വേണം എടുക്കാൻ. അവർ സത്യമാണെന്ന് വിശ്വസിക്കുന്നത് കള്ളത്തരത്തിലുള്ളതായിരിക്കും, അതിനുവേണ്ടി ജീവൻ കൊടുക്കും. പക്ഷേ കള്ളമാണ് എന്ന്, അസത്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടി ജീവൻ കൊടുക്കാൻ മടിക്കും. ഇവിടെ ഈ പറഞ്ഞ അപ്പോസ്തലന്മാരും പൗലോസുമൊക്കെയും അന്നത്തെ ആദിമ പിതാക്കന്മാർ വിശ്വാസികളൊക്കെയും അവരുടെ ജീവനെ തൃണവൽക്കരിച്ചുകൊണ്ട് അവർ യേശുവിന് വേണ്ടി നിന്നെങ്കിൽ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് കൊണ്ടാണ്. ഈ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അവൻ ഇന്ന് ജീവിക്കുന്നവനാണ്, ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന കർത്താവാണ്. നമുക്ക് ആ ചിന്തയൊക്കെ ഇടയ്ക്കൊന്ന് നമ്മുടെ ഉള്ളിൽ ഒന്ന് ഡെപ്തിലേക്കൊന്ന് വരേണ്ടിയിരിക്കുന്നു. അവൻ ജീവിക്കുന്ന കർത്താവാണ്. നാം ആരാധിക്കുന്ന ദൈവം, മഹാദൈവം, കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു ഇന്ന് ജീവനോടുള്ളവനാണ്, അസ്തമിച്ചു പോയതല്ല. സ്റ്റീവ് ജോബ്സ് വിചാരിച്ചു ജീവിതത്തിൽ പല കാര്യങ്ങളും അസ്തമിച്ചാൽ അത് അംഗീകരിക്കാൻ അവന് സാധിച്ചില്ലെങ്കിൽ നമുക്കറിയാം അത് അംഗീകരിക്കേണ്ട ആവശ്യമില്ല, അസ്തമിച്ചിട്ടില്ല, ഇനിയും വലിയൊരു ഉയിർപ്പ് നമുക്കുണ്ട്. ഈ ഭൂമിയിൽ നമ്മൾ ഓരോ ദിവസവും ജീവിക്കുന്നത് ആ പ്രത്യാശയിലാണ്. യേശുക്രിസ്തു, ഞാൻ ആരാധിക്കുന്ന കർത്താവ് ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. യേശുക്രിസ്തു ജീവിച്ചിരിക്കുന്നു ഉള്ളതുകൊണ്ട് ഈ ലോകത്തിലെ പല കാര്യങ്ങൾക്കും മാറ്റം ഉണ്ടാകുന്നുണ്ട്. ചിന്താഗതികൾ മാറിയിരിക്കുന്നത് യേശുക്രിസ്തു ജീവിച്ചിരിക്കുന്നതുകൊണ്ടാണ്.
1 Corinthians 15:9 അവിടെ ഒരു ശ്രദ്ധിക്കുക, അവിടെ വായിക്കുന്നുണ്ട്, For I am the least of the apostles, that I am not meet to be called an apostle, because I persecuted the church of God. എന്താ പറയുന്നത്? ഞാൻ ദൈവസഭയെ ഉപദ്രവിച്ചെന്നാൽ അപ്പോസ്തലൻ എന്ന പേരിന് യോഗ്യനല്ല. പിന്നെ എങ്കിലും എന്ന് പറഞ്ഞിട്ട് പൗലോസ് പറയുക, ഞാൻ ഉപദ്രവിച്ചിരുന്നു, ഒത്തിരി പേരെ ഉപദ്രവിച്ചിരുന്നു, എന്നാൽ ഞാൻ ഇപ്പോഴെനിക്ക് മനസ്സിലാവുന്നു ഈ കർത്താവാണ്. അവിടെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാനായിട്ട് ചില കാര്യങ്ങൾ പറയുക. എന്തുകൊണ്ടാണ് പൗലോസ് അങ്ങനെ പറയുന്നത്? നമ്മളെപ്പോഴും നമുക്കറിയാം, ഈ കോർട്ട് നിയമ നടപടികളൊക്കെ നമ്മൾ പേപ്പറിലൊക്കെ വായിക്കുന്നതാണ്. ഒരു ദിവസം അവർ ഡിക്ലെയർ ചെയ്യും, കോടതി വിധിക്കുകയാണ് ഇദ്ദേഹം കുറ്റക്കാരനാണ് എന്ന് വിധിക്കുക. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ കുറ്റക്കാരനാണെന്ന് വിധിക്കുന്നത് ഒരു ദിവസവും, പിന്നെ അടുത്ത 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞിട്ടായിരിക്കും എന്ത് വരുന്നത്? ശിക്ഷ. ശ്രദ്ധിക്കണേ, ഇപ്പം നിങ്ങൾ പറഞ്ഞതും ഞാൻ പറയുന്നതും, ഒരു ദിവസം കോടതി വിധിക്കുകയാണ് ഇദ്ദേഹം കുറ്റക്കാരനാണ്, ഈ വ്യക്തി കുറ്റക്കാരനാണ്, ഈ കുറ്റങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ വി ആർ മെൻ്റലി പ്രിപ്പയർഡ് ടു നോ വാട്ട് ഈസ് ദ ജഡ്ജ്മെൻറ്റ് ഗോയിങ് ടു ബി ഗിവൺ, ഇല്ലേ? ആണോ? അപ്പോൾ നമ്മൾ അടുത്ത ദിവസത്തെ പേപ്പറോ അല്ലെങ്കിൽ ന്യൂസോ നമ്മൾ ശ്രദ്ധിക്കും, ഈ വ്യക്തിക്ക് എന്ത് ശിക്ഷയാണ് കൊടുക്കാൻ പോകുന്നതെന്ന്. ഒരിക്കലും കോർട്ട് പറയത്തില്ല കുറ്റക്കാരനാണ്, 2 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ അതുകൊണ്ട് ക്ഷമിച്ചിരിക്കുന്നുവെന്ന്. ഒരിക്കലെങ്കിലും കേട്ടിട്ടുണ്ടോ അങ്ങനെ? ഞാൻ പറഞ്ഞതിൻ്റെ സിഗ്നിഫിക്കൻസ് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. ഒരിക്കലും കുറ്റം ചെയ്ത ആൾക്ക് അവിടെ ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ അല്ലെങ്കിൽ ഫോർഗീവ്നെസ്, ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്നൊരു വാക്ക് അവിടെ യോജിക്കത്തില്ല. ഒരിക്കലും യോജിക്കാത്ത 2 വാക്കാണ് കുറ്റവും കുറ്റം എന്ന് പറയുമ്പോൾ ശിക്ഷയെന്നേ നമുക്ക് വരത്തുള്ളൂ. കുറ്റവും ശിക്ഷയും ഒരുമിച്ച് പോകും. പക്ഷേ കുറ്റവും ക്ഷമയും ഒരുമിച്ച് പോകത്തില്ല, ഫോർഗീവ്നെസ്. അപ്പോൾ കുറ്റം ചെയ്താൽ ന്യായമായിട്ടും ദ ലോജിക്കൽ കൺക്ലൂഷൻ ഈസ് എന്താണ്? ശിക്ഷയാണ്. പിടികിട്ടിയോ ഇപ്പോൾ? അപ്പോൾ പൗലോസിന് പറയാൻ കഴിയുന്നത്, ഞാൻ ഉപദ്രവിച്ചതാണ്, ദൈവസഭ ഉപദ്രവിച്ചതാണ്, ഇപ്പോൾ എനിക്ക് കിട്ടേണ്ടത് എന്താണ്? ശിക്ഷയാണ് കിട്ടേണ്ടത്. എന്നാൽ പൗലോസ് പറയുക, അവിടെ ശിക്ഷയല്ല കിട്ടുന്നത്. എന്ത് കിട്ടി? എനിക്ക് ഫോർഗീവ്നെസ് കിട്ടി, എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഈ പാപത്തെ ക്ഷമിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ പാപക്ഷമ ലഭിച്ചതിന് കാരണം? ബിക്കോസ് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ഇന്നവൻ ജീവിച്ചിരിക്കുന്നത് കൊണ്ടാണ്. സോ അതുകൊണ്ട് ഈ റിസറക്ഷൻ കൊണ്ട് എൻ്റെ ജീവിതത്തിലെ ഈ കാര്യം അവിടെ നള്ളിഫൈ ആകുകയാണ്, ക്യാൻസൽ ആകുകയാണ്. ശ്രദ്ധിക്കുന്നുണ്ടോ? എൻ്റെ ജീവിതത്തിൽ ഞാനൊരു വലിയ കുറ്റം ചെയ്തു, ആ കുറ്റം ഇവിടെ ക്യാൻസലായിരിക്കുകയാണ്, ഇല്ലാതെ പോയിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. ഇന്ന് കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ജീവിച്ചിരിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ പാപങ്ങളെല്ലാം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇറ്റ് ഈസ് ക്യാൻസൽഡ്. ഇന്നെനിക്ക് ധൈര്യത്തോടെ നിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒന്ന് നമ്മളെ തന്നെ നോക്കിക്കേ. ക്ഷമിക്കാൻ തക്ക പാപമൊക്കെയാണോ നമ്മൾ ചെയ്തിരിക്കുന്നത്? ന്യായമായും ക്ഷമിക്കാൻ തക്ക പാപമൊക്കെയാണോ നമ്മൾ ചെയ്തിരിക്കുന്നത്? വളരെ സിൻസിയറായിട്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അല്ലാതെ നമ്മളെ തന്നെ ഒന്ന് പോളിഷ് ചെയ്തിട്ട് നമ്മളെ തന്നെ ഒന്ന് നമ്മൾ നല്ലതാക്കി ഒന്ന് ചിന്തിക്കേണ്ട. ഓക്കെ, ദാറ്റ് അതേഴ്സ് വിൽ ഡു. മറ്റുള്ളവർ ചെയ്യും നമ്മളെ നല്ലതാക്കുന്നത്. നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, എന്തുമാത്രം പാപമാണ് ചെയ്തിരിക്കുന്നത്, അല്ലേ? എന്തുമാത്രം തെറ്റാ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ പറയും അങ്ങനൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല എന്ന് പറയും. നമ്മുടെ മുമ്പിലിരിക്കുന്നതൊക്കെ ചില വലിയ വലിയ കള്ളന്മാരുടെയാണ് നമ്മുടെയൊക്കെ പറയുന്നിരിക്കുന്നത് മോഡൽസ്. എന്താണെന്നറിയാം മോഡൽസ് എന്ന് പറയുന്നത്? അവരെ വെച്ചിട്ടാണ് നമ്മുടെ പാപത്തെ നമ്മൾ റിലേറ്റ് ചെയ്യുന്നത്. വലിയ വലിയ കൊലയാളികളൊക്കെ ഉണ്ട്, അവരെയൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ പാപത്തെ നമ്മൾ റിലേറ്റ് ചെയ്യുന്നത്. ഈ റിലേറ്റ് ചെയ്യുമ്പോഴത്തേനും നമ്മൾ വളരെ ചെറുതായിട്ടൊക്കെ നമുക്ക് തോന്നും അവരുടെയൊക്കെ പാപം വളരെ വലുതാണെന്ന് തോന്നും. പക്ഷേ എത്രമാത്രം കുറ്റങ്ങളും കുറവുകളുമാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്, അല്ലേ? പക്ഷേ ദൈവം എന്താ പറയുന്നതെന്ന് അറിയാമോ? ബിക്കോസ് ഹീ ഈസ് റിസൺ, അവൻ ഉയർത്തെഴുന്നേറ്റത് കൊണ്ട്, ബിക്കോസ് ഹീ ലീവ്സ്, അവൻ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് നമ്മുടെ പാപങ്ങൾക്കൊക്കെ ക്ഷമ ലഭിച്ചിരിക്കുകയാണ്. ഇന്നവൻ ജീവിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഇതെല്ലാവർക്കും
ആപ്ലിക്കബിളായിരിക്കുന്നൊരു കാര്യമാണ്. യേശുക്രിസ്തു ജീവിച്ചിരിക്കുന്നത് കൊണ്ടാണ് എന്ന് ഞാൻ പറയുമ്പോൾ അതിൻ്റെ ശരിയായ അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കിയ വളരെ നല്ലതാണ്. ക്രൂശിൽ അവൻ അസ്തമിച്ചിരുന്നു എങ്കിൽ എൻ്റെ പാപങ്ങൾക്ക് ക്ഷമ ലഭിക്കുകയില്ല. ഇത് പറയുന്നത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ല, ക്രൂശിൽ അവൻ അസ്തമിച്ചിരുന്നുവെങ്കിൽ, അവൻ്റെ ജീവിതം അവിടെ തീർന്നിരുന്നുവെങ്കിൽ, ആ ക്രൂശ് മരണത്തോടെ, നമ്മളെപ്പോഴും പറയുമല്ലോ ക്രൂശ് മരണമാണല്ലോ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം. എന്നാൽ ക്രൂശ് മരണത്തിൽ നിന്ന് അവൻ പുറത്തു വന്നില്ല എന്നുണ്ടെങ്കിൽ പാപത്തിൻ്റെ മുകളിലുള്ള ജയം അവന് ലഭിക്കുന്നില്ല. പാപത്തിൻ്റെ മുകളിൽ അവൻ ജയം ലഭിച്ചതുകൊണ്ട്, സാത്താനെ തോൽപ്പിച്ചതുകൊണ്ട്, പാപത്തിന്മേലുള്ള ജയം ലഭിച്ചതുകൊണ്ടാണ് ഇന്ന് നമുക്ക് രക്ഷ കൈവന്നിരിക്കുന്നതിന് കാരണം. ചിന്തിക്കുന്നവർക്ക് നല്ലതായിട്ട് ചിന്തിക്കാൻ കഴിയും, ഉറക്കം വരികയില്ല. ഓക്കെ, ഒരാൾ എഴുതിയിരിക്കുന്നത് വളരെ നല്ലതാണ് വായിച്ചപ്പോൾ. യേശുക്രിസ്തു ക്രൂശിൽ കയറിയപ്പോൾ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് കയറി. ഓക്കെ, ആ പാപങ്ങളും കൊണ്ട് അവൻ അടക്കപ്പെട്ടു. ആ അടക്കപ്പെട്ട് കഴിഞ്ഞിട്ട് അവൻ ഉയർത്തെഴുന്നേറ്റപ്പോൾ അവൻ മാത്രമാണ് ഉയർത്തെഴുന്നേറ്റത്. നിങ്ങളുടെ പാപങ്ങളെല്ലാം അവിടെ അടക്കി. ഓക്കെ, നല്ലൊരു ചിന്തയായിട്ട് എനിക്ക് തോന്നി. മനസ്സിലായോ? മനസ്സിലായില്ല. എൻ്റെ പാപങ്ങളും കൊണ്ട് ക്രൂശിൽ കയറി, അതിന് അവൻ മരിച്ചു. എൻ്റെ എല്ലാ പാപങ്ങളും, ഏതൊക്കെ പാപങ്ങളാണ് എൻ്റെ പാപങ്ങളെന്ന് പറയുമ്പോൾ, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ കള്ളം അല്ലേ, ഒരാൾക്ക് വിരോധമായിട്ട് സംസാരിച്ച കാര്യം, ചില കാര്യങ്ങൾ മൂടി വെച്ചത്, ചിലരോട് ദേഷ്യപ്പെട്ടത്, ഞാൻ പറഞ്ഞതൊക്കെ കൊച്ചു കൊച്ചു പാപങ്ങളാണ്. നമ്മൾ ചെയ്യുന്ന കൊച്ചു കൊച്ചു പാപങ്ങളാണെന്ന് വിചാരിച്ചു. വലിയ വലിയ പാപങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരിക്കും. അതിര് മാന്തിയിട്ടുണ്ടാവും. മറ്റുള്ളവർക്ക് ന്യായമായി പോകേണ്ട കാര്യം ഞാൻ എടുത്തിട്ടുണ്ടാവും. മറ്റൊരാളെ എത്രമാത്രം അവളുടെ ജീവിതത്തെ നശിപ്പിക്കാമോ അതൊക്കെ നശിപ്പിച്ചിട്ടുണ്ടാകും. പല കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് വിദ്വേഷമുണ്ട്, അസൂയയുണ്ട്, എന്നെല്ലാമുണ്ട്. ഈ പാപങ്ങളെല്ലാം ശ്രദ്ധിക്കുക, ഈ പാപങ്ങളെല്ലാം വഹിച്ചുകൊണ്ടാണ് ക്രൂശിൽ കർത്താവ് കയറിയത്. ആണോ? നമ്മൾ പൊതുവായിട്ട് പാപം, ഞാനൊരു പാപി എന്ന് പൊതുവായിട്ട് പറയുന്നതിന് പകരം ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഞാൻ ഈ ചെയ്ത കൊച്ചു കൊച്ചു പാപങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ പാപങ്ങളെല്ലാം കർത്താവിൻ്റെ മുകളിൽ അവിടെ ചുമത്തി, പാപമില്ലാത്ത കർത്താവിൻ്റെ മുകളിലെ ക്രൂശിൽ ഈ പാപമെല്ലാം ചുമത്തിയപ്പോഴാണ് അവനിതാ ആ ക്രൂശിൽ തൻ്റെ ജീവൻ കൈവിടാനായിട്ട് ഇടയായിത്തത്. അവനിൽ ഒരു പാപവും ഇല്ലാതിരിക്കെ നമ്മുടെ എല്ലാ പാപങ്ങളും അവനിൽ ചുമത്തി കഴിഞ്ഞപ്പോൾ ആ ചുമന്ന പാപവും കൊണ്ട് അവൻ മരണത്തിന് കീഴ്പ്പെട്ടിതാ അടക്കത്തിലേക്ക്, അല്ലെങ്കിൽ അവിടെ ആ കല്ലറയിലേക്ക് പ്രവേശിച്ചപ്പോൾ ഈ എഴുത്തുകാരൻ പറയുന്നത്, കല്ലറയിൽ എൻ്റെ പാപങ്ങളെല്ലാം അടഞ്ഞുപോയി. ഇതാ എൻ്റെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു, ഇന്ന് എൻ്റെ പാപങ്ങളൊന്നും ഇന്ന് പിക്ചറിലില്ല. ആ പാപങ്ങളൊന്നും ഇല്ലാത്തിടത്തേക്ക് നമ്മൾ വീണ്ടും ചൂണ്ടയിടേണ്ട ആവശ്യമില്ല, അല്ലേ? ചൂണ്ടയിട്ട് പഴയ കാര്യങ്ങളൊക്കെ പൊക്കിയെടുക്കുന്നൊരു സ്വഭാവം നമുക്കൊക്കെ ഉണ്ട്. കർത്താവ് അത് ചെയ്യത്തില്ല, അല്ലേ? നമുക്കത് സ്വഭാവമുണ്ടോ? ഇപ്പോഴൊക്കെ ആത്മീയൻ, പണ്ട് അല്ലേ, പണ്ട് ഇങ്ങനായിരുന്നു. എന്താ നമ്മൾ ചെയ്യുന്നത്? ക്രൂശിൽ അടക്കിയ ആ കാര്യത്തെ ഇന്ന് രക്ഷിക്കപ്പെട്ട നല്ല ആത്മീയനായിരിക്കുന്നൊരു വ്യക്തിയെ കണ്ടിട്ട് നമ്മൾ പറയും പണ്ടിവനായിരുന്നു എന്ന് പറയുന്നതിൻ്റെ ഇല്ലോജിക്കലായിരിക്കുന്നൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. ദൈവം അത് മറന്നു കളഞ്ഞ, ദൈവം അവിടെ കല്ലറയിൽ കിടന്നൊരു കാര്യത്തെ ഇന്നും നമ്മൾ പൊക്കിയെടുത്തിട്ട് പല കാര്യങ്ങളും പൊക്കിയെടുത്തിട്ട് പറയും ഇതാണ് ഇദ്ദേഹം, ഇതാണ് ഇയാൾ എന്ന് പറയുന്നതിന് കാരണം എന്താണെന്നറിയാമോ? ഈ പാപങ്ങളെ ക്ഷമിക്കാൻ നമുക്ക് കഴിയുന്നില്ല. വി ഹാവ് ബിക്കം സൂപ്പർ ഗോഡ്. ദൈവത്തിന് ക്ഷമിക്കാൻ കഴിഞ്ഞു. ക്രൂശിൽ തന്നെ ജീവൻ കൊടുത്ത് ക്ഷമിച്ചൊരു കാര്യത്തെ വീണ്ടും നമ്മൾ ഉയർത്തിക്കൊണ്ടുവന്നിട്ട് ക്ഷമിക്കാൻ കഴിയാത്ത വിശ്വാസികളായിട്ട്, വ്യക്തികളായിട്ടൊക്കെ നമ്മൾ മാറുകയാണ്. പാപവും അല്ലെങ്കിൽ കുറ്റവും ശിക്ഷയും ഒരുമിച്ച് പോകുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്നാൽ ഇവിടെ കുറ്റവും ക്ഷമയും ഒരുമിച്ച് പോയി. അതുകൊണ്ടാണ് ഗ്ലാഡിസ് സ്റ്റെയിൻ പറഞ്ഞത്, ക്ഷമിക്കാൻ പറഞ്ഞത്, അല്ലേ? ഇപ്പോൾ പലരും പറയുന്നത്, വിശ്വാസികളായിരിക്കുന്നവർ പല കാര്യങ്ങളും ക്ഷമിക്കുന്നതിന് കാരണം ഈ കുറ്റത്തോട് ചേർന്ന് ശിക്ഷ പോവുകയില്ല. കാരണം ആ ശിക്ഷ ക്രൂശിൽ തീർന്നു. ഇന്ന് ഉയർത്തെഴുന്നേറ്റ കർത്താവാണ് നമ്മുടെ മുമ്പിലുള്ളത്. മുമ്പോട്ട് പോകാം. ബിക്കോസ് ഹി ലീവ്സ്, അവൻ ജീവിക്കുന്നത് കൊണ്ട്
വേറെയും പല കാര്യങ്ങളുണ്ട്. പാപത്തിൻ്റെ മരണത്തിൻ്റെ ആ പാപത്തിൻ്റെ ഫലമായ മരണത്തിൻ്റെ ആ വിഷം അവിടെ നീങ്ങുകയാണ്. ഈ മരണം അത് ആ വാക്യം വായിച്ചിട്ട് നമുക്ക് പോകാം. 15:55 എന്താ പറയുന്നത്? 55 വാക്യം, 1 കൊരിന്ത്യർ 15:55 വാക്യത്തിൽ, ഹേ മരണമേ നിൻ്റെ ജയം എവിടെ, ഹേ മരണമേ നിൻ്റെ വിഷമുള്ള എവിടെയെന്ന് പറയും. ഡെത്ത് ഈസ് സോളോഡ് അപ്പ് ഇൻ വിക്ടറി. അതുകൊണ്ട് പൗലോസ് പറയുക, ഈ മരണത്തെ ക്രൂശിലെ ജയം, യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് അവിടെ അസ്തമിച്ചിരിക്കുക, അവിടെ വിഴുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ക്രൂശിൽ യേശുക്രിസ്തു തൻ്റെ ആ മരണത്തിൻ്റെ ശിക്ഷയെ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മരണത്തിൻ്റെ ശിക്ഷയെ ഏറ്റുവാങ്ങിക്കഴിഞ്ഞതുകൊണ്ട് ഇന്ന് മരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും യേശുക്രിസ്തുവിനോട്, മരിക്കുന്ന വിശ്വാസികൾക്ക് യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനോട് പങ്കുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെയും മരണത്തിന് കീഴ്പ്പെട്ടപ്പോൾ, നമ്മുടെ സ്വന്തത്തിൽ ബന്ധത്തിൽ വളരെ അടുത്ത് നമ്മൾ പഴകിയിരുന്ന ആൾക്കാർ മരണത്തിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ നമ്മളെങ്ങനെയാണ് അവരുടെ ജീവിതം അസ്തമിച്ചു എന്ന് നമ്മൾ വിചാരിക്കുന്നില്ല അല്ലേ? കാരണം എന്തുകൊണ്ട്? നമുക്കറിയാം അവരിനിയും ഉയർത്തെഴുന്നേൽക്കും. ഞാൻ അവരെ വീണ്ടും കാണാനായിട്ട് പോവുകയാണ്. സോ ഇറ്റ് ഈസ് നോട്ട് എ പെർമനൻറ്റ് ഡിപ്പാർച്ചർ ഫ്രം മീ. എന്നിൽ നിന്ന് പൂർണ്ണമായിട്ടും വേർപെട്ടു പോയ ഒരവസ്ഥയിലല്ല അവരൊക്കെ എന്ന് പറയും. ഒരു പാസ്റ്റർ ഞാൻ വായിച്ചതാണ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചുപോയി. മരണത്തിൻ്റെ ആ ശുശ്രൂഷകളൊക്കെ കഴിഞ്ഞിട്ട് തൻ്റെ കുട്ടികളുമായിട്ട് ഇദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. ഭാര്യ മരിച്ചു, അടക്കി. അതിനുശേഷം കുഞ്ഞുങ്ങളുമായിട്ട് കാറിലിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ആ മോള് ചോദിച്ചു, ഡാഡി, മമ്മി നമ്മളെ എന്നേക്കുമായിട്ട് വിട്ടുപോയല്ലേ എന്നിങ്ങനെ ആ വികാരത്തോടെ ചോദിക്കുമ്പോൾ ഒരു ട്രക്ക് അവരുടെ കാറിൻ്റെ അടുത്തുകൂടി ഇങ്ങനെ കടന്നുപോയി. ആ ട്രക്ക് കടന്നു പോയപ്പോൾ ആ ട്രക്കിൻ്റെ നിഴൽ ഈ കാറിലേക്ക് പതിച്ചു. എന്നിട്ട് ആ കാറ് കടന്നുപോയി. അപ്പോൾ ഈ പാസ്റ്റർ മോളോട് ചോദിച്ചു, മോളെ, ഈ ട്രക്കിനെ കടന്ന് നമ്മൾ പോയില്ല, ട്രക്കിൽ നമ്മൾ ഇടിച്ചില്ല, പക്ഷേ ട്രക്കിൻ്റെ നിഴലാണ് പോയത്. ഇതിലേതാണ് അഭികാമ്യം? ട്രക്കിനെ നമ്മൾ ഇടിക്കുന്നതായിരുന്നോ അതോ ഈ ട്രക്കിൻ്റെ നിഴൽ നമ്മളെ കടന്നു പോകുന്നതാണോ അഭികാമ്യം? അപ്പോൾ കുഞ്ഞ് പറഞ്ഞു, അതാണല്ലോ നാച്ചുറലി, നിഴലല്ലേ, നമുക്കൊന്നും പറ്റില്ല. ഇതാണ് 23-ാം സങ്കീർത്തനത്തിലെ കർത്താവ് പറയുന്നത്, ദാവീദ് പറയുന്നത്, കൂരിൽ താഴ്വരയിൽ കൂടി, അത് ഇംഗ്ലീഷിൽ വരയ്ക്കുമ്പോൾ മരണത്തിൻ്റെ താഴ്വരയിൽ കൂടി കടന്നാലും എന്ന് പറയുന്നത് ഇതൊരു ടെമ്പററി തിങ്ങാണ്. മരണത്തിൻ്റെ ഷാഡോ നമ്മുടെ മേലെ പതിച്ചിരിക്കുക, പക്ഷേ നമ്മൾ ആ മരണത്തിലേക്ക് പ്രവേശിക്കുന്നില്ല. അതായത് നിത്യമായിരിക്കുന്ന ഒരു വേർപാടിലേക്ക് നമ്മൾ പോകുന്നില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. സോ ദ ഷാഡോ ഓഫ് ഡെത്ത്, ഇത് നമ്മുടെ മുമ്പിൽ ഒരു മൃതശരീരം ഇരിക്കുമ്പോൾ, വിശ്വാസികൾ മരിക്കുമ്പോൾ നമ്മൾ അവരെ കാണേണ്ടത് ദിസ് ഈസ് എ ടെമ്പററി തിങ്. ഇതൊരു താൽക്കാലികമായിരിക്കുന്ന കാര്യമാണ്. വൈ? ബിക്കോസ് ഹീ ലീവ്സ്. അവൻ ജീവിക്കുന്നത് കൊണ്ട് ഇവരും ജീവിക്കാനായിട്ട് പോവുകയാണ്. മരണത്തെ വളരെ സന്തോഷത്തോടെ കണ്ടുമുട്ടുവാൻ ഇടയാകുന്നത് ഇതുകൊണ്ടാണ്. നാം ഇപ്പോൾ ഒരാളെ, നമ്മുടെ ഒരു ക്ലോസ് ആയിരിക്കുന്ന ഒരാളെ അടക്കിയിരിക്കുകയാണെന്ന്, ഇവരെ പ്രായമുള്ളൊരു അമ്മച്ചിയാണെന്നോ അപ്പച്ചനാണെന്നോ വിചാരിച്ചോളൂ. മൃതശരീരമായിട്ട് അല്ലെങ്കിൽ ശവസംസ്കാരത്തിന് നമ്മൾ കൂടി വന്നിരിക്കുക, നമ്മളെല്ലാം പ്രസംഗിക്കുക. അപ്പോൾ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ, ആ ആൾ ഉടനെ ഇതൊന്നും കേൾക്കാൻ വയ്യാതെ ചാടി എഴുന്നേറ്റിട്ട് അദ്ദേഹം പറയുക, നിങ്ങളിതൊക്കെ പറയുന്നതൊക്കെ നിർത്ത്, ഇതൊക്കെ നിർത്ത്, ഞാൻ ഇനിയും ജീവനോടെ വരാൻ പോവുകയാണ്, നിങ്ങളെന്തിനാണ് എന്നെക്കുറിച്ച് ഇത്രയും വിലപിക്കുന്നത്? നിങ്ങൾ പോയി സുവിശേഷം പറയുക. ഇത് കേൾക്കാത്ത, ഇതറിയാത്ത ആൾക്കാരോട് നിങ്ങൾ പറയുക, യേശുക്രിസ്തു ജീവിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഈ മൃതശരീരമൊക്കെ ജീവനുള്ളതായിട്ട് വരും, ഇതൊക്കെ താൽക്കാലികമാണ്. അതാണ് നിങ്ങൾ പറയേണ്ടത്. ഇവിടെ സമയം വേസ്റ്റ് ചെയ്യേണ്ട. യു പ്രൊക്ലെയിം ദ ഗോസ്പൽ സോ ദാറ്റ് പീപ്പിൾ വിൽ നോ ദ റിസറക്റ്റഡ് ക്രൈസ്റ്റ്. ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ അറിയുവാനായിട്ട് ഇടയായിത്തീരും. സുഖനിദ്രയിൽ
ചിലർ. കർത്താവ് അതാ ഉയർത്തെഴുന്നേറ്റതുകൊണ്ട്, അപ്പോൾ അവൻ ഉയർത്തെഴുന്നേറ്റതുകൊണ്ട്, ജീവിക്കുന്നത് കൊണ്ട് എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? നമുക്കൊരു വലിയൊരു പ്രത്യാശ ലഭിച്ചിരിക്കുക. മരണത്തോടെ എൻ്റെ ജീവിതം അവസാനിക്കുന്നില്ല, വലിയൊരു പ്രത്യാശ എനിക്ക് ലഭിച്ചിരിക്കുക. ജോൺ ന്യൂട്ടൺ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു, മഹത് വ്യക്തിയാണ് അദ്ദേഹം. പാട്ടുകാരൻ മാത്രമല്ല, പാട്ട് എഴുതിയ ആൾ മാത്രമല്ല, ഹി വാസ് എ സോഷ്യൽ റിഫോമർ. വിൽബർ ഫോഴ്സുമായിട്ടൊക്കെ ചേർന്നിട്ട് അടിമത്തം അവസാനിപ്പിക്കാൻ വേണ്ടി പ്രയത്നിച്ചൊരു വ്യക്തിയാണ് ജോൺ ന്യൂട്ടൺ. സോ ജോൺ ന്യൂട്ടൺ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു പാട്ട് ഓർമ്മ വന്നു കാണും. അറിയാമോ ജോൺ ന്യൂട്ടൻ്റെ പാട്ട്? അമേസിങ് ഗ്രേസ്, ഹൗ സ്വീറ്റ് ദ സൗണ്ട്. ഓക്കെ, എന്ത് മനോഹരമായ, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പാടിയിരിക്കുന്ന അറിയാമോ? ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പാടിയിരിക്കുന്ന പാട്ടുകൾ, ഈ പാട്ട് പാടി പ്രൊഡ്യൂസ് ചെയ്യുകയും വിൽപ്പന ചെയ്യുകയും ഒക്കെ ചെയ്ത ഏറ്റവും വലിയ, അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാർ ലോകത്തിൽ പാടുന്ന പാട്ടാണ് ഈ അമേസിങ് ഗ്രേസ്. ഒന്ന് തന്നെ ഇരുന്നൊക്കെ ഒന്ന് പാടി നോക്കണം. നമ്മൾ സജി ബ്രദർ പാടുന്ന പോലെ ഒന്ന് ഇരുന്ന് പാടി നോക്കണം അമേസിങ് ഗ്രേസ് ഒക്കെ പാടിയാൽ. അദ്ദേഹം പാടി ഇങ്ങനെ സന്തോഷിക്കുമ്പോൾ ഒരാൾ വന്ന് ചോദിച്ചു, ജോൺ ന്യൂട്ടനോട് ചോദിച്ചു, എന്താ ഇത്ര വലിയ സന്തോഷം ഇങ്ങനെയൊക്കെ ഇരിക്കാനായിട്ട് കാരണം? എന്താ ഇത്ര വലിയ സന്തോഷമെന്ന്? നമ്മുടെ അടുത്തൊന്നും ആരും അങ്ങനെ ചോദിച്ചിട്ടില്ല അല്ലല്ലേ, വലിയ സന്തോഷം എന്താണെന്ന്. കാരണം നമ്മളങ്ങനെ സന്തോഷം പ്രകടിപ്പിക്കാറില്ലാത്തതുകൊണ്ടായിരിക്കാം. ജോൺ ന്യൂട്ടൻ ഇടയ്ക്കിൽ വന്ന് ചോദിച്ചു, എന്താ ഇത്ര വലിയ സന്തോഷം, ക്രിസ്തുവിലുള്ള സന്തോഷം? അപ്പോൾ ജോൺ ന്യൂട്ടൻ പറഞ്ഞു, ഒരു ഉദാഹരണം പറഞ്ഞു. എനിക്ക് നല്ല രസകരമായിട്ട് ചിന്തിക്കുമെന്നായിട്ട് തോന്നി. എൻ്റെ സ്വന്തത്തിൽപ്പെട്ട ഒരാൾ, അദ്ദേഹം പറഞ്ഞു, കഥയാണ്, എൻ്റെ സ്വന്തത്തിൽപ്പെട്ട ഒരാൾ 6 കോടിയുടെ ഒരു വലിയ എസ്റ്റേറ്റ് അദ്ദേഹത്തിനുണ്ട്, സ്വത്ത്. ഈ സ്വത്ത് എനിക്ക് തരാനായിട്ട് തീരുമാനിച്ചിരിക്കുക എന്നൊക്കെ മനസ്സിലാവുന്നുണ്ടോ? 6 കോടിയുടെ വലിയൊരു സമ്പത്ത് എനിക്ക് തരാനായിട്ട് അദ്ദേഹം തീരുമാനിച്ചിരിക്കുക. എൻ്റെ ഒരു അകന്ന ബന്ധുവാണ്, അല്ലെങ്കിൽ എനിക്കറിയാവുന്ന ഒരാളാണ്, അകന്ന ബന്ധുവാണെന്ന് വെച്ചോളൂ. എൻ്റെ അടുത്ത് ഇന്ന സ്ഥലത്ത് ഇവിടെ വരാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനിത് എല്ലാം രജിസ്റ്റർ ചെയ്യാനായിട്ട്, ഈ പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്യാനായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പോവുകയാണ്, യാത്ര ചെയ്യുകയാണ്. അവിടെ എത്താനായിട്ട് ഏകദേശം 1 കിലോമീറ്റർ മുമ്പ് വെച്ച് എൻ്റെ വാഹനം ബ്രേക്ക് ഡൗൺ ആയി. അത് റിപ്പയർ ചെയ്യാൻ വിധത്തിൽ ആക്സിലൊക്കെ പൊട്ടി പ്രശ്നമായി. ഇങ്ങനെ ആയി കഴിയുമ്പോൾ ഞാൻ ആ വാഹനത്തിൻ്റെ അവിടെ ഇരുന്ന് ഞാൻ കരയുമോ, എൻ്റെ വാഹനത്തെ നഷ്ടമായി എന്നുള്ളത് ഓർത്ത് ഞാൻ വിഷമിക്കുമോ, അതോ ഞാൻ എഴുന്നേറ്റ് നടന്നുപോയി ആ 6 കോടിയുടെ സ്വത്ത് കൈക്കലാക്കാൻ ശ്രമിക്കുമോ? ഏതായിരിക്കും എൻ്റെ മുമ്പിലുള്ള സന്തോഷം? മനസ്സിലായോ? പിടി കിട്ടിയോ? അവിടെ കാറ് പ്രശ്നമായി നിൽക്കുക. ഞാൻ ആ കാറിൻ്റെ മുമ്പിൽ എൻ്റെ സമയം കളയത്തില്ല, അതവിടെ ഇട്ടിട്ട് ഞാൻ പോകും. എന്താ, എനിക്ക് എൻ്റെ മുമ്പിൽ വലിയൊരു സ്വത്തുണ്ട്, ആ സ്വത്ത് കൈക്കലാക്കുക. ആ സന്തോഷമാണ് എന്നെ ഭരിക്കുന്നത്. എനിക്ക് 6 കോടി ജീവിതത്തിൽ പ്രതീക്ഷിക്കാൻ കഴിയാത്തൊരു സ്വത്ത് എനിക്ക് ലഭിക്കാൻ പോകുമ്പോൾ ഐ ആം നോട്ട് അറ്റ് ഓൾ കൺസിഡറിങ് ദിസ് ആസ് എ ലോസ്. ഐ കനോട്ട് വേസ്റ്റ് ടൈം ഹിയർ. ഇവിടെ എനിക്ക് സമയം നഷ്ടമാക്കാൻ കഴിയത്തില്ല. ഈ ഒരു കൊച്ചു കാറ്, പ്രശ്നത്തിൽ കളിക്കുന്ന കാറിന് വേണ്ടി എൻ്റെ ശ്രദ്ധ പോകത്തില്ല, എൻ്റെ സമയം കളയില്ല. ഞാൻ ആ സ്വത്ത് കൈക്കലാക്കാനായിട്ട് വേണ്ടി പോകും. അപ്പോൾ ഇതാണ് എൻ്റെ അവസ്ഥ എന്നാണ് ജോൺ ന്യൂട്ടൺ പറഞ്ഞത്. മനസ്സിലായോ? എനിക്ക് കിട്ടാൻ പോകുന്ന വലിയൊരു നിത്യതയുണ്ട്. ആ മഹത്വത്തെ ഞാൻ ഓർക്കുമ്പോൾ ഇവിടെയുള്ള കഷ്ടതകളും ബുദ്ധിമുട്ടുകളും ഒന്നും എനിക്ക് വലിയ പ്രശ്നമല്ല. എൻ്റെ ഫോക്കസ് മുഴുവൻ, എൻ്റെ ലക്ഷ്യം മുഴുവൻ അതാണ്. ഇവിടെ നടക്കുന്നതായിരിക്കുന്ന കാര്യങ്ങളൊന്നും എൻ്റെ ശ്രദ്ധയിലേക്ക് വരുന്നില്ല. ഇത് മനസ്സിലായില്ലെങ്കിൽ വേറെ ഒന്നുകൂടെ പറയാം. എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യമാണ്. ഈ ഇടയ്ക്ക് നിങ്ങളൊക്കെ ഒരുപക്ഷെ TV കണ്ടു കാണും. കേരളത്തിൻ്റെ ലോട്ടറി ഒരാൾക്ക് അടിച്ചു അല്ലേ? ഏകദേശം 25 കോടിയോ ഏതാണ്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ ശ്രദ്ധിച്ചോ? നിങ്ങളൊക്കെ ശ്രദ്ധിച്ച് കാണും. ആ എമൗണ്ട് അദ്ദേഹത്തിന് ലഭിച്ചു എന്നുള്ളത് വന്നപ്പോൾ ചാനലിലൊക്കെ വന്ന് ആർക്കാണ് ഇത് കിട്ടിയതെന്നുള്ളത് ഒരു വലിയൊരു ചർച്ചാ വിഷയമായി. ചാനലുകാർ മത്സരിച്ച് ആർക്കാണ് ഇത് കിട്ടിയെന്ന് അറിയാനായിട്ട്. അപ്പോഴാണ് ഒരു സ്ത്രീയാണെന്ന് പറഞ്ഞു. പിന്നെ ലോട്ടറിയുടെ വിറ്റ ആൾ വരുന്നു, അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യുന്നു. ഇതൊക്കെ കണ്ട് ചോദിക്കുക ആർക്കായിരിക്കും എന്നല്ല. അപ്പോൾ ഒരു സ്ത്രീക്കാണ് കിട്ടിയെന്നുള്ളത് ആയി. അപ്പോൾ
ഇതെല്ലാം കഴിഞ്ഞ 2-3 ദിവസം ഇദ്ദേഹം സൈലൻ്റായിട്ടിരുന്നതിന് ശേഷമാണ് പിന്നെ ഇദ്ദേഹം ഈ ലോട്ടറി ടിക്കറ്റ് കൊണ്ടുപോയി ബാങ്കിൽ കൊടുത്തു. ഇതെല്ലാം അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്തതിന് ശേഷമാണ് ശരിക്കും ഈ ലോട്ടറി അടിച്ച ഈ വ്യക്തി പത്രലേഖകരുടെ മുമ്പിൽ അല്ലെങ്കിൽ TV ചാനലിന് മുമ്പിൽ വരുന്നത്. അപ്പോൾ ഒരു മാധ്യമപ്രവർത്തകർ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ഈ 3 ദിവസമായിട്ട് കോലാഹലങ്ങളിൽ ഇത്രയും കോലാഹലം നടക്കുമ്പോൾ നീ എങ്ങനെയാണ് വെറുതെ ഇരുന്നത്? എനിക്കത് ഭയങ്കര രസകരമായിട്ട് തോന്നി ആ ഇൻ്റർവ്യൂ. ഓക്കെ, ഇത്രയും കോലാഹലം. അപ്പോൾ അദ്ദേഹം പറയാ, ഞാനും അടുത്ത് നിന്ന് ഇത് കാണുന്നുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞ, ഞാനും അടുത്ത് നിന്ന് ഇത് കാണുന്നുണ്ടായിരുന്നു. ഈ കോലാഹലമൊക്കെ നടക്കുന്നത് പലരും അവകാശവാദങ്ങൾ പറയുന്നു, പലരും പറയുന്നുണ്ട് ഇത് കിട്ടി അത് കിട്ടി എന്ന് പറയുന്നുണ്ട്. ഞാനും ഇത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താ അദ്ദേഹം പറ, ഇതൊക്കെ നടക്കട്ടെ, പക്ഷേ ഒരു 3-ാം ദിവസം വരും. 3 ദിവസം കഴിയുമ്പോൾ ഈ പറയുന്ന ആൾക്കാരെല്ലാം എൻ്റെ അടുത്തോട്ടാണ് വരാൻ പോകുന്നതെന്നുള്ള ആ വലിയ ചിന്തയിൽ അദ്ദേഹം നിൽക്കുക. എന്തൊരു അവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കിയേ. ഹി വാസ് ജസ്റ്റ് എൻജോയിങ് ദാറ്റ്. ആ കാര്യങ്ങൾ നടക്കുന്നത് കണ്ട് അദ്ദേഹം സന്തോഷിച്ചുകൊണ്ടിരിക്കുക. കാരണം എവറിത്തിങ് ഈസ് ഗോയിങ് ടു ചേഞ്ച്. എല്ലാം മാറാനായിട്ട് പോവുകയാണ്. ഈ ചിന്തയാണ്. ഇനി 3 ദിവസം കഴിയുമ്പോൾ, 4 ദിവസം കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു 10 ദിവസം കഴിയുമ്പോൾ, 1000 വർഷങ്ങൾ കഴിയുമ്പോൾ എൻ്റെ ജീവിതത്തിന് മാറ്റം വരാൻ പോവുകയാണ്. ഞാൻ ഇങ്ങനെയല്ല ഇരിക്കാനായിട്ട് പോകുന്നത്. ഞാൻ വേറൊരു നിലയിൽ കർത്താവിനോടുകൂടി ഇരിക്കാൻ പോവുകയാണ്. കാരണം ബിക്കോസ് ഹി ലീവ്സ്, അവൻ ജീവിച്ചിരിക്കുന്നത് കൊണ്ട്, യേശു ക്രിസ്തു ജീവിച്ചിരിക്കുന്നത് കൊണ്ട്, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ ഞാൻ കാണാനായിട്ട് പോവുകയാണ്. അവനോടുകൂടെ ഞാൻ ജീവിക്കാൻ പോവുകയാണെന്നുള്ള ആ വലിയ പ്രത്യാശ എൻ്റെ ഉള്ളിൽ വരുമ്പോൾ, ഈ നടക്കുന്ന എൻജോയ്മെൻറ്റും ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് ചിരിച്ചു തള്ളാനായിട്ട് വെക്കും. ദിസ് ഈസ് ഗോയിങ് ടു ചേഞ്ച്. എന്നെ ആക്ഷേപിച്ചവർ, അധിക്ഷേപിച്ചവർ, എന്നെ ഉപദ്രവിച്ചവർ, എന്നെ എന്തുമാത്രം കഷ്ടപ്പെടുത്തിയവരൊക്കെയും അന്നിരുന്ന് നോക്കാൻ പോവുകയാണ്. ഞാൻ എന്തായിരിക്കും, ഞാൻ ആരായിരിക്കും എന്നുള്ളത്. അതുകൊണ്ടാണ് ഈ പാട്ടൊക്കെ നമ്മൾ പാടുമ്പോൾ നമുക്ക് വളരെ സന്തോഷം തോന്നുന്നത്. ബിക്കോസ് ഹി ലീവ്സ് ഐ ക്യാൻ ഫേസ് ടുമോറോ. ബിക്കോസ് ഹി ലീവ്സ് ആൾ ഫിയർ ഈസ് ഗോൺ. ബിക്കോസ് ഐ നോ ഹി ഹോൾഡ്സ് ദ ഫ്യൂച്ചർ ആൻഡ് ലൈഫ് ഈസ് വർത്ത് ദ ലിവിങ് ജസ്റ്റ് ബിക്കോസ് ഹി ലീവ്സ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകളിലെ ഒരു വരി അതായിരുന്നു. ഞാൻ എൻ്റെ കാറിൻ്റെ പുറകിൽ ഇത് എഴുതി വെച്ചിരുന്നു. ബിക്കോസ് ഹി ലീവ്സ് ആൻഡ് ലൈഫ് ഈസ് വർത്ത് ദ ലിവിങ് just because he lives, and life is worth the living just because he lives. അവൻ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് എൻ്റെ ജീവിതത്തിന് ഒരു പ്രാധാന്യമുണ്ട്, ഒരു വർത്ത് ഉണ്ട് എൻ്റെ ജീവിതത്തിന്. ബിക്കോസ് ഹി ലീവ്സ്, അവൻ ജീവിച്ചിരിക്കുന്നുണ്ട്. നാളെക്കുറിച്ച് എനിക്ക് ഭാരപ്പെടാനായിട്ട് ആവശ്യമില്ല. ഇതെഴുതിയ കോണ്ടെക്സ്റ്റ് അറിയാമോ? ഒരു ഹസ്ബൻഡ് വൈഫ്, അവരുടെ പേര് ബിൽ ആൻഡ് ഗ്ലോറിയ. ബിൽ ആൻഡ് ഗ്ലോറിയ. ബില്ലും ഗ്ലോറിയയും 1960-കളിൽ ഈ പാട്ട് 60-70 കാലഘട്ടത്തിലാണ് ഈ പാട്ട് എഴുതാനുണ്ടായ കാരണം എന്താണെന്നറിയാമോ? അവരുടെ 3ാമത്തെ കുഞ്ഞ് ജനിക്കുന്ന സമയമാണ്. ജീവിതത്തിൽ പല പ്രതിസന്ധികൾ, സാമ്പത്തിക പരാജയങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പിന്നെ നല്ല വിശ്വാസികളായിരുന്നുകൊണ്ട് അവർ പുറത്തേക്ക് നോക്കുമ്പോൾ സൊസൈറ്റിയിൽ നടക്കുന്ന അരാജകത്വങ്ങൾ, ഇന്ന് നമ്മൾ കാണുന്ന പോലെയുള്ള മയക്കുമരുന്നൊക്കെ ഈ അമേരിക്കയിൽ സുലഭമായി ലഭിക്കുന്ന ആ സമയത്ത് ഇതൊക്കെ കണ്ടപ്പോൾ അവരിങ്ങനെ ഭാരപ്പെട്ട് എങ്ങനെയാണ് ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാൻ കഴിയുക? ഈ 2 കുഞ്ഞുങ്ങൾ ഞങ്ങൾക്ക് ഓൾറെഡി ഉണ്ട്, ഇനി ഒരു 3ാമത് കുഞ്ഞുകൂടെ വന്നു കഴിയുമ്പോൾ ഈ സാമ്പത്തിക പ്രതിസന്ധി, ഈ പ്രശ്നങ്ങൾ ഈ ലോകത്തിൽ എന്നൊക്കെയുള്ളൊരു നിരാശയുടെ സമയത്ത് അവരെത്തിച്ചേർന്നപ്പോൾ നമുക്കൊക്കെ അങ്ങനെ ഉണ്ടാകാറുണ്ടല്ലേ? ചിലപ്പോഴൊക്കെ നിരാശയുടെയൊക്കെ ഒരു അടിത്തട്ടിലേക്ക് വീണുപോയ സമയങ്ങളുണ്ട്. സമയം തീർക്കാനുള്ള സിഗ്നലുകൾ കാണിച്ചു തുടങ്ങി എനിക്ക്. ഓക്കെ, തീർന്നു എന്നുള്ള. അപ്പോൾ ഈ നിരാശയുടെയൊക്കെ അടുത്തെത്തി എപ്പോഴാണ് ഒരു മൊമെൻറ്റിൽ ഈ ഗ്ലോറിയയുടെ ഉള്ളിലേക്ക് വന്നു. വൈ ഷുഡ് ഐ വറി? ഞാൻ എന്തിനു വിഷമിക്കണം? ഞാൻ എന്തിന് ഈ പ്രശ്നത്തെ കണ്ടുകൊണ്ട് ഭയപ്പെടണം? ബിക്കോസ് ഹി ലീവ്സ്, അവൻ ജീവിച്ചിരിക്കുന്നു. എൻ്റെ കർത്താവുണ്ടെങ്കിൽ, അവൻ ജീവനോടിരിക്കുന്ന ഒരു കർത്താവുണ്ടെങ്കിൽ ഞാൻ എന്തിനാണ് ഇതിനെ വിഷമിക്കേണ്ട ആവശ്യം? അതാണ് അവരുടെ ജീവിതത്തെ മാറ്റിമറിച്ചത്. അതിനുശേഷം 700ഓളം പാട്ടുകളാണ് അവർ എഴുതിയത്. 700ഓളം പാട്ടുകളാണ് എഴുതിയത്. ബിക്കോസ് ഹി ലീവ്സ് ഐ ക്യാൻ ഫേസ് ടുമോറോ. അങ്ങനെയാണെങ്കിൽ
ഈ യേശു ക്രിസ്തു ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒരു ഓപ്ഷനുമില്ല. ഒരു കാര്യവും നമുക്കിനി ചിന്തിക്കാനായിട്ടുള്ള ഇനിയുള്ളത് ഒറ്റേ ഒരു കാര്യം, ഈ കർത്താവിനെ മാത്രം പിൻഗമിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് 58-ാം വാക്യത്തിൽ അവിടെ പൗലോസ് പറയുന്നത്, therefore my beloved brethren, be steadfast, unmovable, always abounding. അങ്ങനെ പറഞ്ഞിട്ട്, ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും, നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന്. ഉറപ്പുള്ളവരായിട്ട് കുലുങ്ങാത്തവരായിട്ട് കർത്താവിൽ അത് വ്യർത്ഥമല്ല എന്ന് വിചാരിച്ചുകൊണ്ട് ക്രിസ്തീയ ജീവിതം മുൻപോട്ട് പോകാനായിട്ട് ഒരിക്കലും ഒരു ലോസ് അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. നമ്മളെടുക്കുന്ന പല തീരുമാനങ്ങളും നഷ്ടത്തിലൊക്കെ ആയിരിക്കും പലപ്പോഴും നമുക്ക് പോയി ചേരുന്നത്, അല്ലേ? ഇങ്ങനെ ചെയ്യാമായിരുന്നു, അങ്ങനെ ചെയ്യാമായിരുന്നു ഒക്കെ പലപ്പോഴും വിചാരിക്കും. മാത്സ് എടുക്കാമായിരുന്നു, ബയോളജി എടുക്കാമായിരുന്നു, അല്ലെങ്കിൽ ആ കോഴ്സിന് പോകാമായിരുന്നു, ഈ കോഴ്സിന് പോകാമായിരുന്നു, ഇങ്ങനെ കല്യാണം കഴിക്കാമായിരുന്നു, അങ്ങനെ കല്യാണം കഴിക്കാമായിരുന്നു, എന്തെല്ലാം നമുക്ക് ടോട്ടലി നമ്മളതിൻ്റെ ബാക്കിലോട്ട് നമ്മൾ നോക്കിക്കുമ്പോൾ നമ്മൾ ലോസുകളുടെയൊക്കെ ഒരു കൂമ്പാരം വെച്ചേക്കും. വാട്ട് ഐ ലോസ്റ്റ്, എന്തൊക്കെയാണ് ഞാനെടുത്ത തീരുമാനങ്ങൾ എനിക്ക് നഷ്ടമായെന്നൊക്കെ പലപ്പോഴും അത് യാഥാർത്ഥ്യമോ ഇല്ലയോ ഒക്കെ നമ്മൾ ചിന്തിച്ചേക്കാം. എന്നാൽ ഒരിക്കലും നഷ്ടമാകാത്തൊരു തീരുമാനം, ഒരിക്കലും നഷ്ടമാകാത്തൊരു തീരുമാനം ഞാൻ എടുക്കുന്നത് എൻ്റെ കർത്താവിന് വേണ്ടി ജീവിക്കുമെന്നുള്ളതാണ്. ജീവിതത്തിൻ്റെ അന്ത്യത്തിൽ പോയി നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, പ്രായമാകുമല്ലോ, ഇനി കുറേ നാൾ കഴിയുമ്പോഴത്തേനൊക്കെ പ്രായമാകും നമ്മൾ, അല്ലേ? ചിലരൊക്കെ പ്രായമായി, ഇനിയും പ്രായമാകും. ആയി കഴിയുമ്പോഴത്തേന് അവിടെ നിന്ന് തിരിഞ്ഞു നോക്കും, ജീവിതത്തിൽ നമ്മൾ നേടിയത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കുമ്പോൾ അന്ന്, അല്ലേ, നമ്മൾ നേടിയത് എന്തെന്ന് എണ്ണുമ്പോൾ അറിയാൻ പറ്റും. ദ ഡിസിഷൻ വാട്ട് ഐ ടുക്ക് ഫോർ ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിന് ഞാൻ എടുത്ത തീരുമാനം, അവന് വേണ്ടി ഞാൻ ചെയ്ത ആ കാര്യങ്ങൾ മാത്രം മുഴച്ചു നിൽക്കും. അന്ന് എൻ്റെ ലോസൊക്കെ എനിക്ക് എൻ്റെ കണ്ണിൽ പെടത്തില്ല, പല ലോസൊക്കെ ഉണ്ടായി കാണാം, പക്ഷേ എനിക്ക് ഗെയിനായി തീർന്നത്, എനിക്ക് നഷ്ടമല്ലാതെ എനിക്ക് ലാഭമായി തീർന്നത് യേശു ക്രിസ്തു മാത്രമാണ്. അവനായിട്ട് ഞാൻ എടുത്ത തീരുമാനങ്ങളാണ്. ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് വിഷമിച്ചു പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വരികയില്ല. ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിന് പ്ലഷറിന് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ പഠനത്തിന് വേണ്ടിയൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. എന്തുമാത്രം സമയമാണ് നമ്മൾ അതിനൊക്കെ കഴിഞ്ഞിരിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ലോട്ട് ഓഫ് ടൈം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കും. എന്നാൽ തിരിഞ്ഞു നോക്കുമ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ അറിയാം ആ ഇൻവെസ്റ്റ് ചെയ്തൊക്കെ വെറുതെ ആയിരുന്നു എന്നുള്ളത്. പറയുമ്പോൾ ഇപ്പോൾ മനസ്സിലാകില്ല. കുഞ്ഞുങ്ങളൊക്കെ പ്രായമായി കഴിയുമ്പോൾ മനസ്സിലാകും എത്രമാത്രം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സമയം കളഞ്ഞെന്ന്, വെറുതെ ആയിരുന്നു, അല്ലേ? കുഞ്ഞുങ്ങളെ കൊണ്ട് പഠിപ്പിച്ച് അവർക്ക് വേണ്ടിയിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും ഇട്ടു, അവരോട് കൂടെ ഇരിക്കുന്നു, അവരെ കൊണ്ട് എഴുതിപ്പിക്കുന്നു, ABCD എഴുതിപ്പിക്കുന്നു, 1 2 3 എഴുതിപ്പിക്കുന്നു, മിടുക്കരാണെന്ന് അവരെ കൊണ്ട് പ്രൊജക്റ്റ് ചെയ്യിപ്പിക്കുന്നു, മിടുക്കരാണെന്ന് അവരെ കാണിക്കുന്നു. ഇതെല്ലാം ചെയ്തു, എല്ലാം കഴിഞ്ഞു. ആഫ്റ്റർ ഓൾ അറ്റ് ദ എൻഡ് ക്രിസ്തുവിന് വേണ്ടി അവരൊന്നും പഠിച്ചില്ല എങ്കിൽ, യേശു ക്രിസ്തുവിനെ കുറിച്ച് പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, ബൈബിളിൽ നോളജ് ഇല്ല എന്നുണ്ടെങ്കിൽ, ഞാനും ആ സമയം മുഴുവൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കളഞ്ഞിട്ട് ദൈവവചനം പഠിച്ചിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല, ഒരു വാക്ക് സുവിശേഷം പറഞ്ഞ് ചിലരെ കർത്താവിങ്കിലേക്ക് കൊണ്ടുവന്നില്ല, ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ആ ലോസുകൾ മാത്രം ഇരിക്കും. പക്ഷേ ക്രിസ്തുവിന് വേണ്ടി എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ, ക്രിസ്തുവിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ, ക്രിസ്തുവിന് വേണ്ടി എഴുന്നേറ്റെന്നൊരു വാക്ക് പറഞ്ഞത്, ഇതൊക്കെ നിങ്ങൾ ഒരിക്കൽ, അല്ലെങ്കിൽ ഈ യുവാക്കന്മാരോട് ഞാൻ പറയുക, ഒരുപക്ഷെ തിരിഞ്ഞു നോക്കുമ്പോൾ വിചാരിക്കും എന്തുമാത്രം ആമ്പിൾ ടൈം, ആമ്പിൾ ഓപ്പർച്യൂണിറ്റി ഐ ഗോട്ട്, എനിക്ക് എന്തുമാത്രം സമയം കിട്ടി സഭയിലൊന്ന് എഴുന്നേറ്റ് നിൽപ്പാൻ, ചില കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കും. ഞാൻ ബാലസംഘത്തിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ ഇപ്പോഴും എൻ്റെ മെമ്മറിയിലൊക്കെ ചെറിഷ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ്. മിസ് ചെയ്ത കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കും അന്നത് ഞാൻ ചെയ്യാമായിരുന്നു. ഈ ആരോഗ്യം ബലമൊക്കെ നമുക്ക് നഷ്ടപ്പെടും കേട്ടോ, അല്ലേ? ഈ ചടുലതയൊക്കെ നമുക്ക് നഷ്ടപ്പെടും. ഈ തീരുമാനം എടുക്കാനുള്ള കഴിവുകളൊക്കെ നമുക്ക് കുറഞ്ഞു വരും. കണ്ണുകൾ പെട്ടെന്നൊക്കെ ഒന്ന് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്തു വരത്തില്ല. നടക്കാനും കയറാനും ഒക്കെ ബുദ്ധിമുട്ടൊക്കെ വന്നു വരാം. പക്ഷേ ഇപ്പോൾ ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ കർത്താവിന് വേണ്ടി എടുക്കുന്ന തീരുമാനങ്ങൾ, കർത്താവിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ഒരിക്കലും നഷ്ടമായി പോകുന്നില്ല. ബിക്കോസ് ഹി ലീവ്സ്, അവൻ ജീവിച്ചിരിക്കുന്നതുകൊണ്ട്. ഇതെല്ലാം കണക്കിലിട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിചാരിക്കല്ലേ ദൈവം ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല, അവൻ മരിച്ചുപോയി എന്നാണ് പലപ്പോഴും നമ്മൾ ധരിക്കുന്നത്. നമ്മുടെ പ്രവൃത്തികളിൽ കൂടി നമ്മൾ കാണിക്കുന്നതാണ്. ഹി ഈസ് നോട്ട് ലിവിങ് എനി മോർ ആൻഡ് ഹി ഡസൻറ്റ് നോ എനിത്തിങ് അബൌട്ട് മീ. എന്നെക്കുറിച്ച് അറിയില്ല, എന്നെ ഒന്നും വാച്ച് ചെയ്യുന്നില്ല. സഹോദരന്മാർ കാണുന്നു എന്നുള്ളതല്ലാതെ എനിക്കവിടെ ദൈവം എന്നെ കാണുന്നു എന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിൽ വരില്ല. ഹി ഈസ് ലിവിങ്, അവൻ ജീവനോടിരിക്കുന്ന ദൈവമാണ്. അവൻ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്.
എൻ്റെ എന്ത് വർത്താണ് എനിക്കുള്ളത്? ഞാൻ ഈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന മൂല്യം എന്താണ്? നിർത്തട്ടെ. സിബിൽ സ്കോർ അറിയാമല്ലേ നമുക്ക്? സിബിൽ സ്കോർ എന്താ? നമ്മുടെ GPayയിലോ ബാങ്കിലോ ഒക്കെ പോയി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ശേഷി അറിയാൻ പറ്റും. സാമ്പത്തിക ശേഷി ചെക്ക് ചെയ്തിട്ടുണ്ടോ? സാമ്പത്തിക ശേഷി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം, അറിയാനെങ്കിലും ഒന്ന്. നല്ലതാണ്. നിങ്ങളുടെ സാമ്പത്തിക ശേഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് എത്ര പൊട്ടൻഷ്യൽ ഉണ്ടെന്നാണ്. സാമ്പത്തികമായി എത്ര പൊട്ടൻഷ്യൽ എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു 1000-ലാണെന്ന് തോന്നുന്നു എൻ്റെ സ്കെയിലല്ലേ? അപ്പോൾ അത് റെഡിലും ഉണ്ടാവും. അതിൻ്റെ ഗ്രാഫ് റെഡിലാവും, യെല്ലോ ആവും, ഗ്രീൻ ആവും. നിങ്ങൾ ഗ്രീനിലാണെങ്കിൽ നിങ്ങൾക്ക് ലോണൊക്കെ റേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. റെഡിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിടത്തും പോയി ലോൺ വാങ്ങിക്കാൻ പറ്റത്തില്ല. അതാണ് അതിൻ്റെ ആ സ്കെയിൽ. ഓക്കെ, സാമ്പത്തിക മൂല്യം നമ്മുടെ എന്താണ്? ഞാൻ വിചാരിക്കും നമുക്കൊരു സിബിൽ സ്കോർ വേണം. ആത്മീയതയുടെ സിബിൽ സ്കോർ ഉണ്ടായിരിക്കും. നിങ്ങളുടെ മൂല്യം എന്താണ്? അല്ലേ? നമ്മൾ മഞ്ഞയിലാണോ പച്ചയിലാണോ ഏറ്റവും മോശമായിട്ടുള്ള റെഡിലാണോ എന്നുള്ളതൊക്കെ നോക്കണം. നോ വർത്ത്. ക്രിസ്തു മരിച്ചു എനിക്ക് വേണ്ടി. ആ മരിച്ച കർത്താവ് ഉയർത്തെഴുന്നേറ്റു, ഇന്നവൻ ജീവിച്ചിരിക്കുന്നു. പക്ഷേ ഞാനൊന്നും അങ്ങോട്ട് ചെയ്യുന്നില്ല, ഒരു കാര്യം ചെയ്യുന്നില്ല. ഞാൻ പറയുന്നതല്ലാതെ പാട്ട് പാടുന്നതല്ലാതെ ഞാൻ മൂല്യമുള്ള ഒരു കാര്യം ചെയ്തിട്ടില്ലെങ്കിൽ യുവർ സ്കോർ ഈസ് ഡൗൺ. നിങ്ങൾ വളരെ താഴെയാണ്. ഒന്നും ചെയ്തിട്ടില്ല കർത്താവിന് വേണ്ടി. വയസ്സിങ്ങനെ പോവുകയാണ്, ഓരോ ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുക, പ്രായമായിക്കൊണ്ടിരിക്കുക. ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ടോ? നാളെയാകട്ടെ. എത്ര പേരെയാ വീണ്ടെടുത്തത്? ആ നിത്യ നരകത്തിലേക്ക് പോകുന്നവരെ ഒന്ന് ഉയർത്തിയെടുക്കുവാനായിട്ട്. ഇന്നലെ ഞാൻ കണ്ടൊരു വീഡിയോ, മരണത്തിലേക്ക് കുതിച്ചു ചാടിയ ഒരു യുവതിയെ ആ അടുത്തുണ്ടായിരുന്ന ബോട്ടിൽ നിന്ന് വെള്ളത്തിൽ വലിച്ചെടുക്കുന്നത്. ആ രംഗം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ആ പെൺകുട്ടിയെ എത്ര പേര് ചേർന്നാണ് ഒന്ന് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത്. അവർ കയറിടുന്നു, ലൈഫ് ബോട്ട് ഇടുന്നു, ആളെടുത്ത് ചാടുന്നു, അവരെ കൊണ്ടുവരിക. നമ്മൾ എത്ര പേരെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്? നരകത്തിലേക്ക് അല്ലെങ്കിൽ മരണത്തിൻ്റെ താഴ്വരയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന, അതിൻ്റെ അഗാധതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നവരെ എത്ര പേരെ നമുക്കൊന്ന് കൊണ്ടുവരാൻ കഴിയും? ഇത് നമ്മളെന്ന് ചലഞ്ച് ചെയ്യണം. ബിക്കോസ് ഹി ലീവ്സ്, അവൻ ജീവിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ചെറിയൻ സാറ് പാടിയത്, യേശു ക്രിസ്തു ഉയർത്ത് ജീവിക്കും. നമുക്ക് ആ പാട്ട് പാടാം.